തആല ഹബീബ നബി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തആല ആ ദുനിയാവെന്ന സൃഷ്ടിയെ സൃഷ്ടിച്ചത് മുതൽ അല്ലാഹു തആല അതിനെ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിൽ നിർത്തിയിരിക്കുക. ലം യൻദുർ ഇലൈഹ, ഒരു നല്ല നോട്ടം അതിലേക്ക് അതിനെ പടച്ചത് മുതൽ ഇന്ന് വരെയും അല്ലാഹു തആല നോക്കിയിട്ടില്ല, അകറ്റിയിട്ടില്ല, അടുപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതാവശ്യമുള്ളൊരു സാധനമാണ് അതിൻ്റെ അനിവാര്യതയിൽ. അപ്പം അത് പറ്റ വേണ്ടെന്ന് പറയാൻ പറ്റൂല. അതേ സമയത്ത് അതിനെ അടുപ്പിക്കാൻ പറ്റിയ ഒരു ഗുണം അതിനോട്ടില്ലതാണ്. ഇതൊക്കെ ഈ വാക്കുകളിൽ നിന്നൊക്കെ നമുക്ക് എന്താകണം ദുനിയാവിനോടുള്ള സമീപനം എന്ന് മനസ്സിലാക്കണം. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പണം സമ്പാദിക്കണ്ടെന്നോ പിന്നെ ധനമുണ്ടാക്കാൻ ഒന്നുമല്ല. അതൊക്കെ നല്ലതാണ്. പക്ഷെ അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് നമ്മൾ നന്നാക്കേണ്ടത്. അതിൽ നമ്മളൊരു അമിതമായ ആഗ്രഹം വിചാരിക്കരുത്. എന്തുകൊണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വലിയ അപകടമായി മാറും, വലിയ അപകടമാവും. അള്ളാഹു അതിനെ പടച്ചിട്ട് ഇന്ന് വരെയും നല്ലൊരു നോട്ടം നോക്കിയിട്ടില്ല. അപ്പം നമ്മൾ സദാ നേരം റബ്ബിനോട് പറഞ്ഞത്, റബ്ബേ നീ എന്നെ പൊരുത്തത്തിലൊന്ന് നോക്കണമേ. ചില വാക്കുകളിൽ കാണാം ലം 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 യഷ്ഖ ബഅദഹു, പിന്നെ ആ മനുഷ്യൻ ദോഷിയാവില്ല. അല്ലാഹു തആല ഒരു വട്ട ആ വ്യക്തി ഒന്ന് സന്തോഷത്തിൽ നോക്കിയാൽ ആ വ്യക്തി പിന്നെ മോശമാവില്ല. ഒരു നോട്ടം നോക്കിയാൽ മതി. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. കാരണം അള്ളാഹിൻ്റെ നോട്ടം കിട്ടിയാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അബ്ദിനെ ഒന്ന് നോക്കിയാൽ മതി. ആ അബ്ദിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്ന് നോക്കിയാൽ പിന്നെ ആ അബ്ദ് ഒരു കാരണവശാലും ആ അബ്ദ് നാശാവൂല. അതാണതിൻ്റെ നർമ്മം, അതാണതിൻ്റെ സത്യം. ഇവിടെ ഇരിക്കുന്നുണ്ട് സലീം ഒരു ഉദാഹരണം. അത് ചെറിയ ഉദാഹരണം എന്നല്ല, വലിയ ഉദാഹരണം. ഞാനത് 100 കണക്കിന് വട്ടങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് അള്ളാഹിൻ്റെ ഒരു നോട്ടം. ഈ ഇരിക്കണ മനുഷ്യൻ അത് അള്ളാഹുവിൻ്റെ ഒരു നോട്ടാണ്, ഒറ്റ നോട്ടം. അതെന്നാണ് നോക്കിയതെന്നറിയില്ല. എന്തുകൊണ്ടാണ് സലീമിനെ മാത്രം അള്ളാഹ് നോക്കിയത് അതും അറിയൂല. പക്ഷെ നോക്കിയിട്ടുണ്ട് എന്ന കാര്യം യാതൊരു സംശയമില്ല, ഉറപ്പാണ്. ഞാൻ ഇന്ന് രാവിലെയും സലീമുമായി സംസാരിച്ചപ്പോൾ ഒരു സാധാരണഗതിയിൽ നിസ്കരിക്കുന്ന മനുഷ്യനും അല്ലെങ്കിൽ ദീന് പഠിച്ച ഒരു സാധാരണ മൂല്യര ബോധവും അല്ല സലീമിൻ്റെ ബോധം. അള്ളാഹു നിലനിർത്തി തരട്ടെ. സാധാരണ മൂല്യര ബോധം പോലും അല്ല, അതിൻ്റെ ഒക്കെ അപ്പുറത്താണ്. എന്നാൽ എന്താ അറിയാം സാധാരണ അത്യാവശ്യം ഓതേണ്ട കുറച്ച് സൂറത്തും മറ്റൊന്നല്ലാതെ ഒരു മദ്രസയിൽ പഠിച്ചിട്ടില്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു വ്യക്തി അല്ലാതെയാണ് ജനിച്ച്. പിന്നെ കുടുംബമായി കൂട്ടായി ഒക്കെ ആയി, കുട്ടിക്കാലമല്ല, നാടിട്ട് വേദനയില്ല. പിന്നെ അള്ളാഹു നോട്ടം നോക്കി. അപ്പോൾ ആ അടിമ അള്ളാഹുവിലേക്ക് വന്നു. ഇപ്പോൾ ഒരു സാധാരണ മൂല്യേര ബോധമല്ല സലീമിൻ്റെ ബോധം, ബോധമാണ്. അത് മതി, അതാണ് മനുഷ്യന് ആവശ്യം. അതെന്തുകൊണ്ടാണ് റബ്ബ് അബ്ദിനെ ഇഷ്ടപ്പെടുകയാണ്. അതൊരു വലുപ്പത്തരത്തിന് വേണ്ടി പറഞ്ഞല്ല. ഞാൻ അങ്ങനെ ഒരു ഒറ്റ വട്ടം നോക്കിയാൽ മതി, പിന്നെ പഠിക്കണ്ട. ഒറ്റ വട്ടം ഒരു അബ്ദിനെ, ഞാൻ ഈ ക്ലാസ്സിൽ നിന്നാണ് നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞത്. വലിയ മുതലാളിയാണോ? അല്ല. എന്നാ പച്ചപ്പാവാണോ? അല്ല, അതുമല്ല. എന്നാ പാവാകാനുള്ള എല്ലാ വഴിയുണ്ട്, എന്നാ പാവമല്ല. ആരെങ്കിലും കൈയിട്ട് ജീവിക്കാണോ? അല്ല. എന്നാ മുതലാളിയാണോ? അല്ല. ആരെങ്കിലും വല്ലതും കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല. ആലോചിക്ക്. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കണം? അടിമയെ അള്ളാഹു ഒന്ന് നോക്കിയാൽ മതി. ഇങ്ങോട്ട് അടിമയെ അള്ളാഹു ഒന്ന് നോക്കണം. ഒരു ധനാഢ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ധനത്തിന് അള്ളാഹു നോക്കിയൊരു സാധനം നമുക്കിവിടെ കിട്ടണം. നമ്മളെ ഖൽബിലേക്ക് അള്ളാഹു നോക്കണം. പിന്നെ ഇപ്പോൾ എന്ത് മതി എന്നറിയോ? ആ നമുക്ക് മുതലുണ്ടായാലും ഇല്ലെങ്കിലും അതിനൊരു വ്യത്യാസമില്ല. ഉണ്ടായാലും സബഖ ദിർഹമുൻ ബി അൽഫി ദിർഹമിൻ. ചിലപ്പോൾ 1000 ദിർഹമിന് മുൻകിടക്കും 1 ദിർഹം എന്ന് മുഹമ്മദ് മുസ്തഫ.
അപ്പോൾ പണം ഉണ്ടാകേണ്ടതുണ്ടോ? ഇല്ല. അള്ളാൻ്റെ അടുക്കൽ നേട്ടാണ് നബി പറഞ്ഞത്. 1000 ദിർഹമിനെ മുൻകടക്കും. എന്ത്? 1 ദിർഹം എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പം നമ്മളിപ്പോൾ പൈസ കിട്ടിയാൽ നമുക്ക് ദാനം ചെയ്യായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കും. നല്ല വിചാരം തന്നെയാണത്. അതിന് വേണ്ടി തന്നെ ലാ ഹസദ ഇല്ലാ ഫി ഇസ്നതൈൻ, 2 കാര്യത്തിലല്ലാതെ അസൂയയില്ല. റജുലുൻ അതാഹുല്ലാഹു ഹദദ്ദീൻ അൽ ഇൽം ഔ അൽ ഹിക്മ. മുസ്തഫ നബി പറഞ്ഞു, അള്ളാഹു തആല ഈ വിജ്ഞാനം, ദീനിൻ്റെ വിജ്ഞാനം അള്ളാഹു ഒരാൾക്ക് കൊടുത്തു. ഒരു ദീനിൻ്റെ വിജ്ഞാനം ഒരാൾക്ക് കൊടുത്തു, ഒരു പണ്ഡിതനാക്കി. ഫഖാമ ബിഹി ആനാ അല്ലൈലി വഅത്റാഫ അന്നഹാർ, പകലിൻ്റെ ഭാഗങ്ങളിലും രാത്രിയുടെ യാമങ്ങളിലും ആ വിജ്ഞാനം കൊണ്ട് അയാൾ നിലകൊണ്ടു. അയാൾ നല്ലത് ചെയ്തു, നല്ലത് ചെയ്യിപ്പിച്ചു. അങ്ങനെയായാൽ അയാളെക്കുറിച്ച് നമുക്ക് അസൂയ വരാം. അതായത് അയാൾ നശിച്ചു പോട്ടെ എന്നല്ല. ഇവിടെ അസൂയക്ക് സാധാരണ അർത്ഥമല്ല. അസൂയയുടെ യഥാർത്ഥ അർത്ഥം തമന്നി സവാലി നിഅമത്തിൽ ഗൈർ, മറ്റുള്ളവരുടെ അനുഗ്രഹം നീങ്ങിപ്പോകാൻ കൊതിക്കലാണ് അസൂയ. പക്ഷെ ഇവിടെ അതല്ല അർത്ഥം. പിന്നെന്താ? ഒരു തറജി, അതെനിക്കും കിട്ടിയെങ്കിൽ, എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ. മനസ്സിലായില്ല? യഥാർത്ഥത്തിൽ നമ്മൾ വിലക്കപ്പെട്ട അസൂയ. നമ്മൾ അസൂയ എന്ന് പറഞ്ഞാൽ ലോജിക്കലി അസൂയ എന്ന് പറഞ്ഞാൽ ഇതല്ല. അസൂയ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എന്ന് തമന്നി സവാലി നിഅമത്തിൽ ഗൈർ, മറ്റുള്ളവരുടെ ഒരു അനുഗ്രഹം നീങ്ങിപ്പോകണമെന്നുള്ള കൊതിയാണ് എന്ത്? അതാണ് അസൂയ. അതിനെയാണ് ഖുർആൻ വിമർശിച്ചത്. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ, അത് ഖുർആൻ വിമർശിച്ചതാണ്. എന്നാൽ വേറെ തരം അസൂയുണ്ട്. അത് അസൂയയല്ല. നമ്മൾ വൃത്തികെട്ട വെള്ളം ചില നാടുകളിലൊക്കെ എന്ത് ചെയ്യുന്നറിയോ? വൃത്തികെട്ട വെള്ളം, ചില നാടുകളിൽ വൃത്തികെട്ട വെള്ളം കൂടുതലുണ്ടാവില്ല. അപ്പോൾ ആ നാടുകളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും എന്നാൽ, പിന്നെ വെള്ളം പ്യൂറാക്കി പിന്നെ വീണ്ടും ഉപയോഗിക്കുന്ന സംവിധാനങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിനെ മോശപ്പെട്ട സാധനത്തെ അതിൽ നിന്ന് ഒഴിവാക്കും. എത്രയോ സ്ഥലങ്ങളിൽ അങ്ങനെയുണ്ട്. വെള്ളമില്ലാത്ത നാടുകളിൽ നമ്മൾ വെള്ളത്തെ വീണ്ടും റീസർക്കിൾ ചെയ്തിട്ട് പിന്നെ രണ്ടും എന്തെയും പ്യൂർ ചെയ്ത് ഉപയോഗിക്കുന്ന നാടുകളുണ്ട്. അപ്പോൾ എന്നതുപോലെ ഹസദ് എന്ന വാക്കിനെ ഒന്ന് പ്യൂർ ചെയ്യണം. ഇവിടെ ലാ ഹസദ ഇല്ലാ ഫി ഇസ്നതൈൻ, 2 കാര്യത്തിലല്ലാതെ ഹസദില്ല. സാധാരണ ഹസദല്ല. അതായത് അവൻ്റെ അനുഗ്രഹം നീങ്ങിപ്പോകണമെന്ന് കൊതിക്കലല്ല അവിടെ. പിന്നെന്താണ്? അങ്ങനെ എനിക്കും കിട്ടിയെങ്കിൽ എന്ന് കൊതിയാണ്. അങ്ങനെ കൊതിക്കാവുന്ന 2 കാര്യമേ ഉള്ളൂ. ഒന്ന്, ഒരാൾക്ക് അല്ലാഹു വിജ്ഞാനം നൽകി. ഫഖാമ ബിഹി, ആ വിജ്ഞാനവും കൊണ്ട് അയാൾ നിലകൊണ്ടു. അതായത് അത് വയറു പറയൽ മാത്രമല്ല, അത് അയാളുടെ ജീവിതത്തിലും അയാൾ പകർത്തി. എങ്കിൽ അയാളെപ്പോലെ ഞാനായെങ്കിൽ എന്ന് കുടിക്കാം. പിന്നെ വഅതാഹുല്ലാഹു വറജുലുൻ അഅതാഹുല്ലാഹു മാലൻ, വേറൊരാൾക്ക് അല്ലാഹു തആല സമ്പത്ത് കൊടുത്തു. ഫഅൻഫഖ ഫീ സബീലില്ലാഹ്, അതും കൊണ്ട് അയാൾ ദാനം ചെയ്തു, ചെലവഴിച്ചു. ആനാ അല്ലൈലി വഅത്റാഫ അന്നഹാർ, പകലിൻ്റെ ഭാഗങ്ങളിലും രാത്രിയുടെ യാമങ്ങളിലും അയാൾ തന്നെ അതെങ്ങനെ ചെലവാക്കും. എങ്കിൽ ദാനം ചെയ്യാൻ എനിക്കും ഉണ്ടായെങ്കിൽ എന്ന് കൊതിക്കാം. അയാളെ മുതൽ പോട്ടെ എന്നല്ല കൊതിക്കണ്ട. പിന്നെന്താ? മനസ്സിലായില്ല? അതുപോലെ എനിക്കും കൊടുക്കാൻ ഉണ്ടായെങ്കിൽ കൊതിക്കാം. അപ്പോൾ കൊതിക്കാവുന്നൊരു സാധനമാണ് എന്ത്? സദക്ക ചെയ്യുന്ന മുതൽ. എൻ്റെ മേലെ ഇനി മറ്റേ അരി എടുത്ത് വെച്ചാളേ. മനസ്സിലായില്ല? കൊതിക്കപ്പെടുന്ന ഒരു കാര്യമാണല്ലോ എന്ത്? സദക്ക ചെയ്യാവുന്ന സമ്പത്ത്. എന്നിട്ട് അതിൻ്റെ മേലെടുത്ത് നോക്കി മറ്റേ ഹദീസ് എന്ത്? അങ്ങനെയൊക്കെ ആണെങ്കിലും സബഖ ദിർഹമുൻ, സാധു കൊടുക്കുന്ന 1 ദിർഹം മുൻകടക്കും. ബി അൽഫി ദിർഹമിൻ, ധനമുള്ളവൻ്റെ 1000 ദിർഹമിന്. മറ്റൊരു കോടി കൊടുത്തു. മറ്റൊരു കോടി കൊടുത്തു. അപ്പം നിങ്ങളിവിടെ ദാറുൽ ഖുർആൻ്റെ ഒരു പരിപാടിക്ക് വന്നു, അല്ലെങ്കിൽ ഇതുപോലെ നമ്മളത്തെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ഖൈറിൻ്റെ ഒരു നന്മയുടെ 4 പെൺകുട്ടികളെ കെട്ടിക്കണേ, അല്ലെങ്കിൽ ഒരു ദാരിദ്ര്യന്മാർക്ക് എന്താ പറയുക വീട് കയറ്റി കൊടുക്കുന്ന ഏതോ ഒരു പരിപാടിക്ക് നമ്മളെല്ലാവരും പങ്കെടുത്തു. വലിയ മുതലാളിയും പങ്കെടുത്തു. അയാൾ പറഞ്ഞു എത്ര വേണ്ടി വരും ഈ വീടിന് 10 ലക്ഷം വേണ്ടി വരും. അപ്പോൾ അയാൾ പറഞ്ഞു 5 ലക്ഷം ഞാൻ തന്നു, ബാക്കി ഞാൻ 5 ലക്ഷങ്ങൾ പിരിച്ചിട്ട് പൈസ കുറവായിട്ടില്ലെങ്കിൽ അതും ഞാൻ കൂട്ടിത്തരാം.
അപ്പോൾ അവിടുന്ന് ഒരു ഉസ്താദ് അല്ലെങ്കിൽ സാലിയായ മനുഷ്യൻ അവിടുന്ന് നമ്മളോട് എന്ത് പറഞ്ഞു, എല്ലാവരും ചെയ്യും കേട്ടോ, എല്ലാവർക്കും വീട് ഉണ്ട്, അയാൾക്കാണ് വീടില്ലാത്ത, അവർ പാവപ്പെട്ടവന് വീട് കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞു. അവിടെ ധനാഢ്യൻ എന്ത് കൊടുത്തിട്ടുണ്ട്? 5 ലക്ഷം. ഇനി ഇല്ലെങ്കിൽ സഹകരിക്കാൻ ഞാൻ തയ്യാറുമാണ്. നിങ്ങൾ ആ പരിപാടിക്ക് വരുമ്പോൾ നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങളെ കയ്യിലുള്ളത് ആകെ 50 ഉറുപ്പ്യാണ്. അതിൽ 20 ഉറുപ്പ്യൊക്കെ ഇങ്ങോട്ട് ബസ്സിന് വരണം, 20 ഉറുപ്പ്യൊക്കെ അങ്ങോട്ടും ബസ്സിന് പോകണം. പിന്നെ നിങ്ങളിത് ബാക്കിയുണ്ടാക്കുക എത്ര? 10 ഉറുപ്പ്യ. അപ്പം നിങ്ങൾ ആ 10 ഉറുപ്പ്യ എടുത്തു. ആ 10 ഉറുപ്പ്യൻ്റെ വില എത്രയാണ്? അത് മുൻകിടക്കും. എന്തിനെ? അയാളുടെ 5 ലക്ഷം, ഇനി വേണമെങ്കിൽ 10 ലക്ഷം കൊടുക്കും. അയാൾ അതിന് കാത്തിരിക്കുക, അതിന് മുൻകിടക്കുന്നത്. കാരണം അയാൾക്ക് നിങ്ങൾക്കൊരു 10 ലക്ഷം തന്നാലും ഇനിയും ലക്ഷോപലക്ഷം അയാളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ഇന്ന് എന്താ ചെയ്യാന്ന് അറിയൂല. നിങ്ങളെ കയ്യിലാകുള്ളത് 50 ഉറുപ്പ്യ അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? പിന്നെ എന്തെങ്കിലത്തില്ലാഞ്ഞു അള്ളാഹ് തഖ്ദീറിൽ നിങ്ങൾക്ക് അന്ന് 50 ഉള്ളൂ. മറ്റവൻ്റെ തഖ്ദീറിൽ കോടാനക്കോടിയാണ്. തഖ്ദീറാണ്, അല്ലാതെ അധ്വാനമല്ല. പണത്തിൻ്റെ അടിസ്ഥാനം തഖ്ദീർ. എല്ലാം തഖ്ദീറാണ്, എല്ലാം തഖ്ദീറാണ്. മനസ്സിലായി? എല്ലാം എല്ലാം. കമാഖിലിൻ ആഖിലിൻ അയത്ത് മസാഹിബുഹു വജാഹിലിൻ ജാഹിലിൻ തൽഖാഹു മർസൂഖ. നല്ലൊരു വരിയാണ്, ഭയങ്കരമാണ്. കമാഖിലിൻ ആഖിലിൻ, എത്ര എത്ര ബുദ്ധിമാന്മാർ. അയത്ത് മസാഹിബുഹു, ജീവിതം വഴിമുട്ടി നിൽക്കും. അതായത് 1 കിലോ അരി വാങ്ങാൻ ഉണ്ടാവില്ല. വജാഹിലിൻ ജാഹിലിൻ തൽഖാഹു മർസൂഖ, എത്ര എത്ര ജാഹിലുകൾ നീ അവനെ കണ്ടെത്തുക, അവൻ വലിയ ലാഭം 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 ലാഭം. 10 കണക്കൂട്ടാൻ അറിയില്ല, കണക്കൂട്ടാൻ അറിയില്ല. അവന് വരുന്നത് മുഴുവൻ എന്തായിരിക്കും? ലാഭമായിരിക്കും. എന്നാൽ അവൻ്റെ കണക്കപ്പുള്ളവൻ്റെ അവന് മറ്റേ എന്താ പറയുക, എക്കണോമിക്സൊക്കെ പഠിച്ച് മറ്റേ CA ഇതൊക്കെ പഠിച്ച് കണക്ക് കൂട്ടലൊക്കെ പഠിച്ചിരിക്കണ ആളവന്. CA ചാർട്ടേഡ് അക്കൗണ്ടൻ്റാ. പക്ഷേ ഇവന് മറ്റവൻ പൈസ കൊടുക്കണം. മറ്റവനോ 1 1 2 എന്നറിയാം, അതിൻ്റെ അപ്പുറത്തേക്ക് അറിയില്ല. ഓൻ എന്താണ്? ഓന് എണ്ണീറ്റ് തീരണില്ല. എന്ത്? അധ്വാനിച്ചിട്ട് പണം ഉണ്ടാവില്ല. പണത്തിൻ്റെ അടിസ്ഥാനം തഖ്ദീറാണ്, അധ്വാനമല്ല. ചിലപ്പോൾ നമ്മൾ അള്ളാഹു അധ്വാനിപ്പിച്ച് പണം തരും, ചിലപ്പോൾ അധ്വാനിക്കാതെയും പണം തരും. ആ തഖ്ദീറുള്ളവന് കിട്ടും. പിന്നെ അവൻ്റെ മനസ്സിനാണ് അവിടെ വില. മറ്റോ 5 ലക്ഷം കൊടുത്തു, അവന് കൂലിയിലെ കൂലിയുണ്ട്, ഉറപ്പൊരു കൂലിയുണ്ട്. കാരണം കൊടുക്കാത്തവരുണ്ടാവുമല്ലോ. ഇവന് മുതലുണ്ടായപ്പം കൊടുക്കാൻ തോന്നിയത് വലിയ കാര്യമാണ്. പക്ഷേ വേറൊരുത്തനുണ്ട്, ഓൻ്റെ കയ്യിലാകെ എന്നുള്ളത് എത്രയാണ്? 10 ഉറുപ്പ്യ. ബസ്സിന് ഇങ്ങോട്ടും ബസ്സിന് അങ്ങോട്ടും 20 20 40. ഇനി അവൻ്റെ കയ്യിൽ 10 ഉറുപ്പ്യ. അത് തിരിച്ചു പോകുമ്പോൾ ഒരു കാൽ ചായ കുടിക്കാൻ വേണ്ടി വെച്ചതാണ്. അവൻ കാൽ ചായ കുടിച്ചില്ല, അവന് 10 ഉറുപ്പ്യ കൊടുത്തു. ഇത് വാങ്ങാൻ ചിലപ്പോൾ ഇതിന് പാട്ടം മൂല്യത്തിൽ പിരിപ്പിക്കാൻ നിൽക്കണ ഒരുത്തൻ ഈ 10 ഉറുപ്പ്യ കണ്ടിട്ട് അവൻ്റെ മുഖത്തൊക്കെ ഒന്ന് ദേഷ്യത്തിൽ നോക്കിയിട്ട് പണ്ടൊരു 10 കൊണ്ടപ്പോൾ അവിടെ പേരുണ്ടാക്കണം. ആ പെരയിൽ ഏറ്റവും വിലയുള്ളത് ആ 10 ഉറുപ്പ്യക്ക്. അതിന് ബർക്കത്തുണ്ടാവും. ഇപ്പം നമ്മൾ ഈ പിരിവ് നടത്തുമ്പോൾ പൊതുവെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ സാധുക്കളെ വരുള്ളൂ. മുതലാളിമാർ വരണമെങ്കിൽ ഒരു പൊളിയാണ്, പറ്റ പൊളിഞ്ഞ മുതലാളിമാർ വരും. അങ്ങനെ ഇൻഡസ് ക്ലാസ്സിനൊക്കെ നമ്മൾ പണ്ടത്തെ കാലത്ത് പണ്ട് എന്ന് പറഞ്ഞാൽ അത് 1-ാം ക്ലാസ്സാണ്. 1-ാം ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും ഉണ്ടാവും. 2-ാം ക്ലാസ്സിൽ കുറച്ച് കുറയും. നമ്മളെ ക്ലാസ് പറയുന്നത് സ്കൂളാണ്. ആ സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ ചിലപ്പം 100 കണക്കിന് കുട്ടികളുണ്ടാവും. 1-ാം ക്ലാസ്സിന് A 40 കുട്ടികൾ, BCDEFG ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ഇംഗ്ലീഷ് Z കഴിഞ്ഞിട്ടും പിന്നെയും ഉണ്ടാക്കേണ്ടി വരും. കാരണം അതിന് മാത്രം കുട്ടികൾ 1-ാം ക്ലാസ്സിലുണ്ടാവും. 2-ാം ക്ലാസ് ആകുമ്പോൾ ഇംഗ്ലീഷ് കുറച്ച് കുറക്കും. എന്തേ അത്ര കുട്ടികൾ 2-ാം ക്ലാസ് കയറില്ല. 7-ാം ക്ലാസ് ആകുമ്പോൾ കുറച്ചും കുറയും. 10-ാം ക്ലാസ് ആകുമ്പോൾ പിന്നെയും കുറയും. +1 വളരെ കുറയും. കാരണം കുറച്ചും കൂടിയും കുറഞ്ഞ ആളുകൾ ജയിച്ചോളൂ.
ഡിഗ്രീൻ്റെ അവിടേക്ക് എത്തുമ്പോൾ പറ്റ കുറയും. പിന്നെ പയ്യേസിലാണ് ഓടുന്നത്. ഇതിൽ കുറഞ്ഞ ആളെ ഉണ്ടാവും, ബാക്കിയൊക്കെ പോകും. അതാണ് നമ്മൾ ആസ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് എന്തെന്നാൽ ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു പറയാനുള്ള കാരണം എനിക്ക് മനസ്സിലായില്ല. എന്തേ നമ്മൾ പറഞ്ഞ് മലയാളിമാരൊന്നും വരില്ല, സാധുക്കൾ വരിക. അപ്പോൾ പിരിവ് നടത്തുമ്പോൾ ഏകദേശം ഒക്കെ ഉണ്ടാകുക 10 റുപ്യ, കൂടുതലും ഉണ്ടാകും 10 റുപ്യ. പക്ഷെ അത് വലിയ വർക്കത്തുണ്ടാവും. കാരണം അത് അള്ളാഹു പൊരുത്തപ്പെട്ട പൈസ, കഷ്ടപ്പെട്ടവൻ്റെ പൈസ. ആൾ കുറേ കൂടി, പക്ഷേ ആ പൈസക്ക് വലിയ വിലയുണ്ട്. അത് അതിൽ അള്ളാഹു തആല ഖൈറ് വിധിക്കും. കാരണം ഓൻ്റെ മനസ്സ് വല്ലാത്തത്, ഓൻ്റെ തപത്തേ ഉള്ളു, വേറെ പത്തില്ല. അപ്പോൾ നമ്മൾക്ക് പൈസ കിട്ടിയെങ്കിൽ ദാനം ചെയ്യായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇനി പൈസ കിട്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ദാനത്തിൻ്റെ മേലെയാണ് ഫക്കീറിൻ്റെ ദാനം. സബഖ ദിർഹമൻ ബിഅൽഫി ദിർഹമിൻ. അവസാനം അള്ളാഹിൻ്റെ കോടതിയിലെത്തുമ്പോഴും അവൻ തന്നെയാണ് മുന്നോട്ട് പോവുക. നമ്മൾ പിന്നെയും വേഗം പോകും. കാരണം നമ്മൾ 100 കോടി ഉണ്ടായപ്പോഴാണ് 1 കോടി കൊടുത്തത്. മറ്റവൻ 10 റുപ്യ ഇല്ലാതായപ്പോഴാണ് 10 റുപ്യ കൊടുത്തത്. പിന്നെ എന്തേ നമുക്ക് 100 കോടി ഉണ്ടായത് അള്ളാഹ് തഖ്ദീർ. ഓനെന്തേ 10 റുപ്യൻ്റെ അപ്പുറം ഇല്ലാഞ്ഞത്? അതും അള്ളാഹ് തഖ്ദീർ. അത്രയേ ഉള്ളൂ, പണിക്കോലല്ല, തഖ്ദീറാണ്. എല്ലാം തഖ്ദീർ. നല്ലോണം ചിന്തിക്കണം. നമ്മളെ കാഴ്ചപ്പാടാണ് നമ്മൾ നന്നാക്കേണ്ടത്. നമ്മളെ കാഴ്ചപ്പാട് നന്നാക്കണം. അതേസമയത്ത് എന്നെപ്പോലത്തെ ആളുകൾ ഈ പൈസക്കാർ വരുമ്പോൾ നമ്മൾ ബഹുമാനിക്കുള്ളൂ. എന്തുകൊണ്ട്? ഓല് വലിയ പൈസ തരും, താഴെയുള്ളവർ തരൂല. എന്താ തരാത്ത? ഇല്ല. മറ്റു ലക്ഷങ്ങൾ തരും. അതൊക്കെ കണക്കാ. പിന്നെ സ്ഥാപനം നടത്തണ്ടേ? മുതലാളിമാർ വേണ്ടേന്ന് സ്ഥാപനം നടത്തണ്ട. സ്ഥാപനം നടത്തിയില്ലെങ്കിൽ എന്താ? ആര് സ്ഥാപനം നടത്താൻ പറഞ്ഞു? അല്ലാഹുവല്ലോ. സാധുക്കളെ ബഹുമാനിച്ചിട്ട് സ്ഥാപനം നടത്തിയാൽ മതി. 10ാം ക്ലാസ്സിന് പൈസ ഇട്ടില്ലേ, 9 നിർത്തിക്കളാം. 9ാം ക്ലാസ്സിന് മാത്രം പൈസ അല്ലേ, 8ാം ക്ലാസ് നിർത്തിക്കളാം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം ഇന്നലെ നമ്മൾ കോഴിക്കോട് ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മൾ കേരളത്തിൽ 1952 നമ്മൾ മദ്രസ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ദീൻ പഠിപ്പിക്കണതെന്നാ? ദീൻ പഠിപ്പിക്കുന്നത് മുസ്തഫ നബിയുടെ സ്വഹാബത്ത് ഇവിടെ അന്ന് മുതൽ ദീൻ പഠിപ്പിക്കുന്നുണ്ട്. ദീൻ പഠിപ്പിക്കാൻ മദ്രസൻ്റെ ആവശ്യമില്ല, ഒരിക്കലും ആവശ്യമില്ല. ദീനുള്ളവരുണ്ടെങ്കിൽ ദീൻ പഠിപ്പിച്ചിരിക്കും, അത്രയേ ഉള്ളൂ. അതിന് സംവിധാനം അവരുണ്ടാക്കും. അന്തിമ മദ്രസല്ലല്ലോ, പക്ഷെ ദീൻ പഠിപ്പിച്ചല്ലോ. എന്തുകൊണ്ട്? എൻ്റെ കുട്ടികൾക്ക് ദീൻ കിട്ടണമെന്ന ബോധം അവർക്കുണ്ട്. നമ്മളെ കാഴ്ചപ്പാട് മാത്രമാണ് നന്നാവേണ്ടത്. ഒരു മുതലാളിൻ്റെ ആവശ്യം ദീനില്ല. മക്കയിൽ വന്നപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിന് അഭയം കൊടുത്ത ആളുകളെ പറ്റി നിങ്ങൾ പറയേ. 10 റുപ്യ നയിച്ചുണ്ടാക്കി കൊടുക്കേണ്ട ആളാണ് ബാപ്പ. ബാപ്പ കുട്ടിയുടെ 6 മാസം ഗർഭത്തിലിരിക്കുമ്പോൾ മരിച്ചു. മുഹമ്മദ് മുസ്തഫ. പിന്നെ ഉമ്മക്കൊന്നുമില്ല. ഉമ്മ 6ാമത്തെ വയസ്സിൽ മരിച്ചു. പിന്നെ അടുത്ത ആൾ അബ്ദുൽ മുത്തലിബ്. ആ മഹാൻ അബ്ദുൽ മുത്തലിബ് എന്നവർ നിങ്ങൾ ചിന്തിച്ചു നോക്കി, ആ മനുഷ്യന് ഒന്നുമില്ല എന്ന്. യൗവനത്തിലെ അബ്ദുൽ മുത്തലിബ് എന്ന നാട്യനല്ല. അന്ന് 80 വയസ്സിന് അടുത്തിട്ടുണ്ട് അബ്ദുൽ മുത്തലിബ് മുസ്തഫ നബി ഏറ്റെടുക്കുമ്പോൾ. പിന്നെ 2 കൊല്ലാണ് അബ്ദുൽ മുത്തലിബിൻ്റെ അടുത്ത്. അബ്ദുൽ മുത്തലിബിന് അന്ന് കച്ചവടമല്ല, ഒന്നുമില്ല. ചുറ്റി പറ്റി ഇങ്ങനെ നിൽക്കും. അവിടെ പല പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊന്നും മനസ്സുകൊണ്ട് ഉറപ്പാണ് അവിടെ നടക്കുന്ന പല കാര്യങ്ങളോടും. പിന്നെ അവിടുത്തെ അധികാരി, പിന്നെ അവിടെ അതൊന്നും നിയന്ത്രിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കുട്ടീനെ കൊണ്ടുനടക്കും, ദാരിദ്ര്യമാണ്. പിന്നെ അള്ളാഹു തആല ഈ മനുഷ്യനെ ഏൽപ്പിക്കുന്നത് ദരിദ്രനെയാണ്. അബ്ദുൽ മുത്തലിബ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങളുടെ 8ാമത്തെ വയസ്സിൽ മരിച്ചു.
പിന്നെ 9-ാമത്തെ വയസ്സിൽ മുതൽ ഏറ്റെടുക്കുന്നത് ആരാ? മക്ക കണ്ട ഏറ്റവും ദരിദ്രനായ നേതാവ് അബൂ താലിബ്. അല്ലെ? നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇവിടെ എന്താണ് കുട്ടിക്ക് പറ്റിയത്? ഇവിടെ എവിടെയാണ് കമ്മി വന്ന്? നമ്മളെ കാഴ്ചപ്പാട് മാത്രമാണ് നമ്മൾ നന്നാക്കിയെടുക്കേണ്ടത്. ഇങ്ങോട്ട് കയറി നമ്മളെ കാഴ്ചപ്പാട് നന്നാക്കണം. ഒരു വ്യക്തിയുടെ നന്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് ഒരു ഒന്നുമല്ല നന്നാവേണ്ട, കാഴ്ചപ്പാട് മാത്രം. ഈ ലോകത്ത് എന്തും ഒരു കാഴ്ചപ്പാട് മാത്രം എന്നാണ്ട്, ഒന്നുമല്ല. ഇപ്പം ഇവിടെ ഇതൊരു ദാറുൽ ഖുർആൻ എന്ന സ്ഥാപനം. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കും കേട്ടോ, നമ്മൾ ഒന്നിനെ ആശ്രയിക്കേണ്ടത് നമ്മുടെ കാഴ്ചപ്പാടിനെ കൃത്യാക്കല. ഇപ്പോൾ ₹1 വരുമാനമില്ലാത്തൊരു സ്ഥാപനമാണിത്. ഈ സ്ഥാപനത്തെ പ്രതീക്ഷിക്കപ്പെടാൻ നേരായ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി ഇതിൻ്റെ മുന്നിൽ നിന്നാൽ അപ്പോൾ ഇതിൽ പ്രതീക്ഷ ഉണ്ടാവും, അതിന് നല്ലൊരു പ്രൊഡക്റ്റ് വരാൻ സാധ്യത ഉണ്ട്. ഇതിൽ നിങ്ങൾ സമ്പത്ത് കൊണ്ടുവന്ന് നിറച്ചു നോക്ക്. ഇതിൽ സമ്പത്ത് കൊണ്ടുവന്ന് നിങ്ങൾ നിറച്ചു എന്നിട്ട് കാര്യമില്ല. ഇതിന് മുന്നിൽ നിൽക്കുന്ന ആൾക്ക് എന്തില്ലെങ്കിൽ, കാഴ്ചപ്പാടില്ലെങ്കിൽ, നല്ല കാഴ്ചപ്പാടില്ലെങ്കിൽ. ഇപ്പം ₹10 ഇല്ല, ഒരു ₹10 ഇല്ല, പക്ഷെ എന്തുണ്ട്, നല്ലൊരു കാഴ്ചപ്പാടല്ലേ വ്യക്തി മുന്നിലേക്ക് ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അതന്നെ. അത് മാത്രമല്ല കുട്ടികളെ, എല്ലാം അങ്ങനെയാണ്. ഒരു പീടിക കച്ചവടത്തിൽ അയാൾ പൈസ കൊണ്ട് കുടുങ്ങിയിരിക്കുന്ന ഒരാളാണ് ആ പീടികയുടെ മുതലാളി. അയാളാണ് അവിടെ മേശക്കിരിക്കുന്നത്, അല്ലെങ്കിൽ അയാൾ മാനേജർ. രണ്ടാണെങ്കിലും ഒരു കുഴഞ്ഞവും വന്നു, അവൻ്റെ വീട്ടിൽ അരി വെച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ വന്ന് ചെവി പറഞ്ഞു ഒരാളി, ഞാൻ ഈ മാസം പണി ഇല്ല, അപ്പോൾ അതുകൊണ്ട് പണിയായാൽ കൊടുന്നു തരട്ടോ, ഒരു ലേശം അരിയും കൂട്ടാനും എനിക്ക് എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞു. ഇയാൾ പൈസ കൊണ്ട് കുടുങ്ങിയ ആളാണ്. ഇയാൾ കാഴ്ചപ്പാട് നേരല്ലെങ്കിൽ കൊടുക്കൂല. അതേ സമയത്ത് വേറൊരാൾ അവൻ്റെ കാഴ്ചപ്പാട് നേരെയാണ്. ഓനാണെങ്കിൽ ഈ പീടി കൊണ്ട് ലാഭമല്ല, എന്നാലും കൊടുക്കും. എന്തുകൊണ്ട്? അവൻ്റെ കാഴ്ചപ്പാട് നേരെയാണ്. 2, ഒന്നാമത്തെ ആളെ മാനേജർ കൊടുക്കൂല, രണ്ടാമത്തെ ആളെ മാനേജർ കൊടുക്കും. ഇതിമ്മ ലാഭമല്ല എന്നും അറിയാം, ഇത് ഇയാളെ മുതലുമല്ല, പക്ഷെ അയാൾക്കൊരു ഹുസ്നുള്ള ഉണ്ടാവും. എന്ത്? ഇങ്ങനത്തെ ഒരാൾ വന്നാൽ കൊടുക്കണോണ്ട് മുതലാളിക്ക് വിരോധം ഉണ്ടാവില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അപ്പം നന്നാക്കിയെടുക്കേണ്ടത് കാഴ്ചപ്പാടാണ്. എല്ലാം അങ്ങനെയാണ്. സമ്പത്ത് നല്ല കാര്യമല്ലേ? അതെ. ആരെ കയ്യിലെത്തണം? നല്ല കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയുടെ കയ്യിലെത്തണം. അതന്നെ. അത് നല്ലൊരു കാഴ്ചപ്പാടില്ലാത്തൊരാൾ ഇത് വളരെ സത്യധനം എന്നൊരു ടൂള, അതൊരു ഉപകരണം. നല്ലോൻ്റെ കയ്യിലായാൽ അത് നല്ലതിനാവും, മോശപ്പെട്ടവൻ്റെ കയ്യിലായാൽ അത് മോശപ്പെട്ട അവസ്ഥയിലാവും. വേറെ ചില ആളുകളുണ്ട്, ഒരു തിന്നുമില്ല തീറ്റിക്കുമില്ല, വേറെ അടുത്ത ആൾ അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പോകും. വളരെ നിങ്ങളത് ചിന്തിക്കണം. നമ്മളെ കാഴ്ചപ്പാട് നന്നാകാതെ ഇൽമ് ഇപ്പം ദുന്യവിയായ ഉപകാരമുള്ള സാധനമാണ് ഇൽമ്, ഉഖ്റവിയായ ഉപകാരമുള്ളതുമാണ് ഇൽമ്. ചിലർക്ക് ദുന്യവിയായ ഉപകാരം മാത്രമേ ഇൽമുകൊണ്ട് ഉണ്ടാവുള്ളൂ. ചില ആളുകൾക്ക് ദുന്യാവിലെ കിഫായത്തും കിട്ടും, ആഖിറത്തിൻ്റെ നേട്ടവും കിട്ടും ഇൽമുണ്ട്. അവൻ്റെ കാഴ്ചപ്പാടെന്നാണ്. കാഴ്ചപ്പാട് നന്നാകാത്ത ഒരാൾക്ക് ഇൽമ കിട്ടിയിട്ട് എന്താ കാര്യം? നമ്മുടെ ഇൽമ നല്ല കാര്യം. ഇപ്പം എന്നോട് എല്ലാവരും വന്ന് സാധാരണ ഈ ആഴ്ച എന്നോട് പറഞ്ഞ് മകൻ ആലിമാകാൻ വേണ്ടി ഇറക്കണം, സാലിഹാകാനും എന്നീ കഴിഞ്ഞ മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ച ഇവിടെ ഒരു കത്തൊരാൾ കൊണ്ട് തന്നപ്പോൾ ഞാനത് തിരുത്തി. ആലിമാകാനല്ല ആദ്യം ഓർക്കേണ്ടത്, സാലിഹാകാനാണ്. ആലിമായാലുണ്ട്, ആലിമായില്ലെങ്കിലുണ്ട്. സാലിഹായാൽ സ്വർഗത്തിലെത്തും, ആലിമായതുകൊണ്ട് സ്വർഗത്തിലെത്തൂല. മനസ്സിലായില്ല? അങ്ങനെ തന്നെയല്ലേ സ്വാലിഹായാലവൻ
സ്വർഗത്തിൽ. മുതലാളിയാണെങ്കിൽ സ്വർഗത്തെത്തും, ദരിദ്രനാണെങ്കിൽ സ്വർഗത്തിലെത്തും, മൂല്യരാണെങ്കിലെത്തും, ജാഹിലാണെങ്കിലെത്തും, സാലിയാണെങ്കിൽ എത്തും. അലിമായാലോ എന്ത് കാര്യം? ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ. ഇനി ഒരു കാലം വരും, അന്ന് ആകാശത്തിൻ്റെ ചുവട്ടിൽ ഏറ്റവും വൃത്തികെട്ടവർ അലിമീങ്ങളായിരിക്കുമെന്ന് മുസ്തഫ നബി പറഞ്ഞു. അപ്പോൾ ചിന്തിക്ക്, വളരെ കാഴ്ചപ്പാട് നന്നാക്കിയെടുക്കാതെ ഒരു കാര്യമല്ല. പിന്നെ മനുഷ്യക്ക് ബുദ്ധിയില്ല, എന്ത് പറഞ്ഞാലും മനുഷ്യൻ മനസ്സിലാവില്ല. ഒന്നിന് കുറേ ഉണ്ടാകണ്ടേയില്ല, കുറേ ഉണ്ടായിട്ട് കാര്യമില്ല. ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല 5 ആയത്ത് കൊടുത്തു. ആ മനുഷ്യൻ 10 വയസ്സല്ല, 10 പൈസല്ല മനുഷ്യൻ്റെ കയ്യിൽ. ഒരു ദിർഹമില്ല, ഒരു കുടുംബമില്ല, ഒന്നുമില്ല. അങ്ങനെ വളർന്നു വന്നതാ ഈ മനുഷ്യൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വളർന്നു വന്ന ആളാ മുത്ത് മുഹമ്മദ് മുസ്തഫ. ആരും ഇല്ലാതെ പിന്നെ ഖദീജ ബീവി ഭാര്യയായി. എന്നാൽ അവിടെ കിടന്നിറക്കാൻ വയ്യോ? അതും വയ്യ, അതിനും വയ്യ മുസ്തഫ നബിക്ക്. പിന്നെ മലയിൽ പോവും, ഇറങ്ങും, ചിലപ്പോൾ അവിടെ പോവും, ഇവിടെ പോവും, ഒന്നും ഇല്ലതാനും. ആ മനുഷ്യൻ്റെ കയ്യിൽ അല്ലാഹു തആല 5 ആയത്ത് കൊടുത്തു ആദ്യം. പിന്നെ അല്ലാഹു തആല ഒഴുക്കി കൊടുത്തു. പിന്നെ ഈ ലോകമൊക്കെ നന്നായി. മരിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ കയ്യിൽ 10 വയസ്സല്ലേ. അത്താഴത്തിന് വേണ്ടി പണയം വെച്ചാൽ മരിച്ച്. അപ്പോൾ ജനിച്ചപ്പോഴൊന്നുമില്ല, വഫാത്തായപ്പോഴൊന്നുമില്ല. പടയങ്കി ജൂതൻ്റെ വീട്ടിൽ പണയത്തില്ല, അങ്ങനെ മരിച്ച് മുഹമ്മദ് മുസ്തഫ. ആ മനുഷ്യനെ കൊണ്ട് കിട്ടാത്ത നേട്ടം എന്താണ്? അപ്പോൾ ആ മനുഷ്യൻ്റെ നന്നായത് എന്താണ്? ആ മനുഷ്യൻ മുതലാളിയാണോ? അല്ല. മുതലാളിയായിട്ട് കാര്യമുണ്ടോ? അന്ന് എത്ര മുതലാളിമാരുണ്ടായിരുന്നു? ആ മുതലാളിമാരെ പേരാർക്കെങ്കിലും ഇപ്പോൾ അറിയോ? ഈ മനുഷ്യനറിയും. ഈ മനുഷ്യൻ ജനിച്ചപ്പോഴൊന്നുമില്ല, മരിക്കുമ്പോഴൊന്നുമില്ല. പക്ഷെ എന്തുണ്ട്? നല്ലൊരു കാഴ്ചപ്പാടുണ്ട്. എന്തിനാ ഹിറാ ഗുഹയിൽ പോയത്? ഹിറാ ഗുഹയിൽ പോയപ്പോൾ അറിയോ ജിബ്രീൽ വരും? അപ്പം നിങ്ങളൊരു കൃഷി ചെയ്തു, നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. നിങ്ങളൊരു തെങ്ങ് വെച്ചു, അതിന് വളട്ടു, അതിന് വെള്ളം പാർന്നു. നിങ്ങൾക്കൊരു ഉറപ്പില്ലേ? എന്ത് അത് 2, 3, 4 കൊല്ലം കഴിഞ്ഞാൽ കായ്ക്കും, തേങ്ങട്ടും. നെല്ലിട്ടാൽ നിങ്ങളൊരു 3 മാസം കഴിഞ്ഞാൽ അത് വിളഞ്ഞ് നിങ്ങൾക്ക് നെല്ല് തിന്നാന്ന്. ഈ മലമുകളിൽ പോയി നടന്നപ്പോൾ എന്താണ്, എന്തിനാ പോണത്? എന്താണ്? നാട്ടിൽ ഇവിടെ നിൽക്കാൻ വയ്യ. കാരണം ഇവിടുത്തെ കാര്യത്തോട് സഹകരിക്കാൻ കഴിയില്ല. അത്രയും വൃത്തികെട്ട നാടത്. ഏതാണ് ഈ നാട്? ഇബ്രാഹിം നബി ഉണ്ടാക്കിയ നാട്. അവരോട് സഹകരിക്കാൻ കഴിയില്ല, അത്രയും വൃത്തികേടാണ്. ഇനി എന്താ രക്ഷ? അത് ഈ മനുഷ്യനറിയില്ല. ജിബ്രീൽ വരുമെന്ന് അറിയില്ല. ഒരു കൃഷി ഇട്ടവന് കൃഷി 3 മാസം കഴിഞ്ഞാൽ വിളയും എന്നറിയുന്നത് പോലെ ഹിറാ ഗുഹയിൽ പോകുമ്പോൾ റസൂലുള്ളാഹിക്ക് ജിബ്രീൽ വരുമെന്ന് അറിയില്ലല്ലോ. എന്താ അറിയണേ? പക്ഷെ സഹകരിക്കാൻ അവരോട് വയ്യ. അപ്പം ഈ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നതിന് മുമ്പ് ഈ മനുഷ്യൻ്റെ കാഴ്ചപ്പാട് നന്നായിട്ടുണ്ട്. ഈ 6000 ചില്ലാനായത്ത് രാവും പകലും ഓതണം. നമുക്ക് അതിൻ്റെ കോടാനക്കോടിയിൽ ഒരംശത്തിലേക്ക് ഇപ്പോഴും നമ്മൾ എത്തിയിട്ടില്ല. അതാ വ്യത്യാസം. പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ജിബ്രീൽ വരുന്ന സമയത്തുള്ള റസൂലുള്ളാഹിൻ്റെ മനസ്സിൻ്റെ നന്മയുടെ 10 ലക്ഷത്തിൽ 1 അംശത്തിലേക്ക് പോലും 6000 ചില്ലാനും ആയത്ത് രാവും പകലും ഖത്തം തീർക്കണം നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ജിബ്രീൽ വന്നതുകൊണ്ട് നബിക്ക് പ്രത്യേകിച്ച് നന്നാകാനുമില്ല. നബി നല്ല പണ്ടേ ആരാ പറയും കുട്ടികളെ? നല്ലോനാ. നമ്മൾക്ക് ഈ അട്ടിയിട്ട മുസാഫ് കിട്ടിയിട്ട് നന്നായതുമില്ല. എന്തുകൊണ്ട്? നമ്മളെ കാഴ്ചപ്പാട് നന്നായിട്ടില്ല. ഇനി ഇതിനപ്പുറം ഒരു ഉദാഹരണം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞാൽ കഴിയാൻ കഴിയില്ല. നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇങ്ങനത്തെ ഒരു കിതാബ് നബിയുടെ കയ്യിൽ ഇല്ല.
മരിക്കാൻ കിടക്കുമ്പോൾ നമ്മൾ അവസാനത്തെ വാക്ക് കിട്ടുന്നത് ഇന്നത്തെ കത്ത് നിൽക്കണം. അവസാനത്തെ ആയത്ത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് 251 അൽ ബഖറ ഖബ്ല 3 ലയാലിൻ മിൻ വഫാത്തി റസൂലില്ലാഹ്. വഫാത്താവുന്നതിൻ്റെ 3 രാത്രി മുമ്പാണ് അവസാനത്തെ ആയത്ത് വരുന്നത്. മണിക്കൂറുകൾക്ക് മുമ്പാണ് നാം അഭിപ്രായം ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാണ് ഏകദേശം ഒരു പ്രധാന അഭിപ്രായം. ഖബ്ല 3 ലയാലിൻ മിൻ വഫാത്തി റസൂലില്ലാഹ്. അള്ളാഹിൻ്റെ ഹബീബ് വഫാത്താകുന്നതിൻ്റെ 3 രാത്രികൾക്ക് മുമ്പ് ജിബ്രീൽ വന്ന് കൊടുത്തതാണ് അവസാനത്തെ ആയത്ത്. അൽ ബഖറ 281 വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. മനസ്സിലായി? അതാണ് അവസാനം ഇറങ്ങിയ ആയത്ത്. ഇനിയിപ്പോൾ ആയത്തുകൊണ്ട് ഈ മനുഷ്യൻ എന്ത് നന്നാകാനാണ്? ഈ 6000 ചില്ലാൻ ആയത്തുകൊണ്ട് ഈ മനുഷ്യൻ എന്ത് നന്നാകാനാണ്? ഈ മനുഷ്യന് സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ വന്നിട്ട് പുതിയതായി നന്നാകാനൊന്നും ഇല്ല. എന്തുകൊണ്ട്? നേരത്തെ തന്നെ നല്ലവനാണ്. ഇത് മുഴുവൻ കിട്ടിയിട്ട് നമ്മൾ നന്നായിട്ടില്ല. എന്തുകൊണ്ട്? നമ്മളെ കാഴ്ചപ്പാട് നല്ലതിലേക്കല്ല. നമ്മൾ കാഴ്ചപ്പാട് ക്ലിയറാക്കണ്ട്. വളരെ ചിന്തിക്കണം, കാഴ്ചപ്പാട് നന്നാവണം. ഞാൻ യൂറോപ്പിലും പഠിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് നെപ്പോളിയനെ കുറിച്ച് ഈ റമദാനിൽ ഒരു പ്രസംഗം നടത്തും ഇൻഷാ അല്ലാഹ്. നെപ്പോളിയൻ മരിക്കുമ്പോൾ നെപ്പോളിയൻ്റെ പേര് നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്നല്ല, അലി ബോണപ്പാർട്ട് എന്നാണ്. മരിച്ചു, മുസ്ലിമായി മരിച്ചു. കാഴ്ചപ്പാടാൻ 200ഓളം യുദ്ധങ്ങളിൽ യൂറോപ്പിനെ വിറപ്പിച്ച ഒരാളാണ് നെപ്പോളിയൻ. ചരിത്രത്തിൽ ഇറ്റലിയെ ഒരു രാജാവ്, ഒരു ചക്രവർത്തി ഇറ്റലിയെ വിറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നെപ്പോളിയനാണ്. കാരണം അങ്ങനെയാണ് ഇറ്റലി. ഇറ്റലിയുടെ ജോഗ്രഫി അങ്ങനെയാണ്, ഇറ്റലിയുടെ ഹിസ്റ്ററി അങ്ങനെ. അതെല്ലാം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. പക്ഷെ അങ്ങനെയാണ്. ഇറ്റലിയെ ഒരാൾ വിറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നെപ്പോളിയൻ ബോണപ്പാർട്ട്. ആ നെപ്പോളിയൻ 1819 മറ്റാണ് മരിക്കുന്നത്. നെപ്പോളിയൻ ബോണപ്പാർട്ട് മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് അലി ബോണപ്പാർട്ട്. ഫ്രാൻസിൽ നിന്ന് 1 മാസം വഴി ദൂരം ഉണ്ട് സെയിൻറ്റ് ഹെലേനാസ് ദ്വീപിലേക്ക്. സെയിൻറ്റ് ഹെലേനാസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കോൺസ്റ്റാന്റിയൻ ചക്രവർത്തിയുടെ അമ്മയുടെ പേരിൽ ബ്രിട്ടീഷുകാർ പേരിട്ട ഒരു ദ്വീപാണ്. ബ്രിട്ടീഷ് അധീനതയിലുള്ള ദ്വീപാണ് സെയിൻറ്റ് ഹെലേന. സെയിൻറ്റ് ഹെലേന ആരാന്ന് ചോദിച്ചാൽ, സെയിൻറ്റ് ഹെലേന എന്ന സ്ത്രീ സെയിൻറ്റ് ഹെലേന എന്ന സ്ത്രീ കോൺസ്റ്റാന്റിയൻ ചക്രവർത്തിയുടെ അമ്മയാണ്. കോൺസ്റ്റാന്റിയൻ ചക്രവർത്തി AD 4-ാം നൂറ്റാണ്ടാണ്. കോൺസ്റ്റാന്റിയൻ ചക്രവർത്തിയാണ് എന്താ പറയുക, ആൻഷ്യൻ്റ് റോമാ സാമ്രാജ്യം തകർന്നതിന് ശേഷം ബൈസന്റിയൻ റോമാ സാമ്രാജ്യം സ്ഥാപിക്കുന്നത് കോൺസ്റ്റാന്റിയനാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയാണ് ഹെലേന. ആ അമ്മയും മകനും കൂടെ പിന്നീട് ക്രിസ്തുമതം സ്വീകരിച്ചു. യൂറോപ്പിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ച ആദ്യത്തെ രാജാവും കോൺസ്റ്റാന്റിയനാണ്. പിന്നീട് അവരുടെ അമ്മയാണ് ലോക ചരിത്രത്തിൽ ആദ്യത്തെ കുരിശുപള്ളി സ്ഥാപിച്ചത്. ലോകത്തെ ആദ്യത്തെ കുരിശുപള്ളി AD 4-ാം നൂറ്റാണ്ട് 327 ആയിരിക്കാം അത്. ലോകത്തെ ആദ്യത്തെ കുരിശുപള്ളി എന്ന് പറഞ്ഞാൽ അത് ലോകത്തെ ആദ്യത്തെ കുരിശുപള്ളി, ലോകത്തെ ആദ്യത്തെ കുരിശുപള്ളി ഞാൻ പോയിട്ടുണ്ട് പലവട്ടം. ചർച്ച് ഓഫ് നേറ്റിവിറ്റിയാണ്. ചർച്ച് ഓഫ് നേറ്റിവിറ്റി സ്ഥാപിച്ചത് ഹെലേന രാജ്ഞിയാണ്. അവരുടെ പേരിൽ ഒരു ദ്വീപിന് പേരിട്ടു, അതാണ് സെയിൻറ്റ് ഹെലേന. യൂറോപ്പിൽ നാഗരികതകളുള്ള ദേശങ്ങളിൽ നിന്ന് ഏകദേശം 1 മാസം വഴി ദൂരം പോയാൽ മാത്രമേ ഹെലേന ദ്വീപിലെത്തൂ. അവിടെ ആൾപ്പാർപ്പില്ല. അവിടേക്ക് നെപ്പോളിയനെ നാട് കടത്തി. ഒരാളെയും കൂടെ വെച്ചു കൊടുത്തു. അവിടെ കിടന്ന് മരിച്ച് നെപ്പോളിയൻ. പക്ഷേ നെപ്പോളിയൻ അപ്പോഴത്തേന് മാറി. ഒരു പക്ഷേ
ചരിത്രത്തിൻ്റെ ഒരു എന്താ പറയുക, ചരിത്രത്തിൽ വരാത്തൊരു ഭാഗം പിന്നീട് പറയാം. ഒരു ഭാഗം നെപ്പോളിയൻ്റെ ഈ മാറ്റമായിരിക്കാം നെപ്പോളിയൻ ചതിക്കപ്പെടാനുള്ള കാരണം എന്നാണ്. വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ തോറ്റു. സത്യത്തിൽ നെപ്പോളിയൻ അതിനു മുമ്പ് 200ഓളം യുദ്ധത്തിൽ ജയിച്ചിട്ടുണ്ട് യൂറോപ്പിൽ. തുല്യതയില്ലാത്ത ഒരാളാണ് നെപ്പോളിയൻ. പക്ഷേ ആ മനുഷ്യൻ്റെ കാഴ്ചപ്പാട് ഭംഗിയായിരുന്നു. നെപ്പോളിയനെ മാറ്റിയതും ഒരു കാഴ്ചപ്പാട്. എവിടുന്ന ഈ കാഴ്ചപ്പാട് നെപ്പോളിയനെ കിട്ടിയത്? അതിന് കാരണമുണ്ട്. നെപ്പോളിയൻ ഈജിപ്ത് ആക്രമിച്ചു. 1800 തുടക്കം. പീരങ്കിയുടെ മുന്നിലേക്ക് മുസ്ലിങ്ങൾ വന്ന് വീഴുന്നത് യൂറോപ്പിനെ അധിനിവേശത്തെ ചെറുക്കാൻ വേണ്ടി ഒരു കരിങ്കല്ലല്ലാതെ ഒന്നുമില്ലാത്ത ഒരു ജനത. അവരെ കയ്യിൽ ഈ റോട്ടുമല കല്ലേ ഉള്ളൂ. അവരാണ് പീരങ്കിയെ ചെറുത്തത്. പീരങ്കിയുടെ മുന്നിലേക്ക് ഇങ്ങനെ യൂറോപ്പ് കയറി വരികയാണ് മിസ്റിലേക്ക്. അപ്പോൾ മിസ്റിലേക്കുള്ള യൂറോപ്യൻ അധിനിവേശത്തെ, ഫ്രാൻസിൻ്റെ അധിനിവേശത്തെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഒരായുധവും കയ്യിലില്ലാത്ത മുസ്ലിങ്ങൾ ഇങ്ങനെ എടുത്ത് ചാടിയിട്ട് ഷഹീദാകുന്നത് നോക്കി കണ്ടു. ആര്? നെപ്പോളിയൻ. അയാളെ മാറ്റി. എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് ഇങ്ങനത്തെ ഒരു ധൈര്യം വന്നത്? അപ്പോൾ ആ മനുഷ്യന് അള്ളാഹുവാണ് സത്യമെന്ന് ബോധ്യപ്പെട്ടു. നെപ്പോളിയൻ ഒരു നിലക്ക് തോറ്റത് കൊണ്ടാണ് ടിപ്പു സുൽത്താൻ തോറ്റത്. കാരണം രണ്ടാളും ചങ്ങായിമാർ. ആര്? ടിപ്പുവും നെപ്പോളിയൻ ചങ്ങായിമാർ. ഒരഭിപ്രായം നേരെ ഫ്രാൻസിൽ നിന്ന് നെപ്പോളിയൻ ഫ്രാൻസിൽ നിന്ന് മിസ്റിലേക്ക് വരുന്നത് വളരെ എളുപ്പത്തിൽ ഇന്ത്യയിലേക്ക് മാർച്ച് ചെയ്യാനാണെന്നാണ് ഒരഭിപ്രായം. ആരെ സഹായിക്കാൻ? ടിപ്പു സുൽത്താനെ സഹായിക്കാൻ. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായി. വളരെ ബന്ധമായിരുന്നു ടിപ്പു സുൽത്താനും വലിയ ബന്ധമായിരുന്നു. അതൊക്കെ ഉണ്ടായിരിക്കാം. ടിപ്പു എന്ന് പറഞ്ഞാൽ ചരിത്രത്തെ തുല്യതയില്ലാത്ത ഒരാളുമാണ്. മനുഷ്യർക്ക് മരണം ഒരു പ്രശ്നം തന്നെയല്ല. ഒരു നന്മക്ക് വേണ്ടി മനുഷ്യന്മാർ മരിക്കുകയാണ്. അത് യൂറോപ്പിന് പരിചയമില്ലാത്തൊരു സ്വഭാവമാണ്. യൂറോപ്പിന് സ്വഭാവം പരിചയമല്ല. യൂറോപ്പ് ലാഭത്തിന് വേണ്ടിയല്ല അത് ജീവിക്കൂല. അത് യൂറോപ്പിന് സ്വഭാവം. അവിടെ നിന്നാണ് ഇവിടെ വന്ന് നോക്കുമ്പോൾ മനുഷ്യന്മാർ ഒരു നല്ല ആദർശത്തിന് വേണ്ടി ജീവൻ ത്യജിക്കുന്നത്. രാജാക്കന്മാർ ഇവിടെ ജീവൻ ത്യജിക്കുകയാണ് ഒരു ആദർശത്തിന് വേണ്ടി. അപ്പം അതെന്താണ്? ഈ ഇത്ര ബലിഷ്ഠമായ ഒരു വിശ്വാസത്തിൻ്റെ ആധാരം എന്താണെന്ന് നെപ്പോളിയൻ പഠിച്ചു. അത് നെപ്പോളിയനെ മാറ്റി. അപ്പോൾ ഏറ്റവും വലിയ ശുജാഇയുടെ പേര് വാങ്ങി. ഏറ്റവും വലിയ ശുജാഇയാണ് ആര്? സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. അലി ബോണപ്പാർട്ട്. അലി റളിയല്ലാഹു അൻഹു വലിയ പൊക്കളുള്ള ആളല്ല. നെപ്പോളിയനും വലിയ പൊക്കലുള്ള ആളല്ല. പേരൊക്കും ചെയ്യും, ഉണ്ടാവും. വലിയ ധീരനാണ് നെപ്പോളിയൻ. അലി ചരിത്രം കണ്ട ഏറ്റവും വലിയ ധീരനാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക മനുഷ്യൻ. പിന്നെ ആ സെയിൻറ്റ് ഹെലനാസിലേക്ക് നാട് കടത്തി. അതൊന്നും മനുഷ്യന് പ്രശ്നമില്ല. അവിടെ കിടന്ന് മരിച്ചു. പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ചരിത്രം എഴുതപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ പഠിച്ചു പറയാന്ന്. അത്ഭുതകരമായ ചരിത്രമാണ് അതൊക്കെ. അപ്പം ഈ മനുഷ്യരെയൊക്കെ സത്യത്തിൽ അവരെ കാഴ്ചപ്പാടാണ് നന്നാക്കിയത്. നമ്മൾ നന്നാക്കേണ്ടതും എന്തുമാത്രമാണ്? കാഴ്ചപ്പാടാണ്. സമ്പത്ത് കിട്ടിയിട്ട് കാര്യമില്ല. സമ്പത്തില്ലാത്തതുകൊണ്ട് നഷ്ടമില്ല. എന്തിനപ്പം അതൊക്കെ പറയുന്നത്? സമ്പത്തില്ലാത്ത ആളായിരുന്നു അബ്ദുൽ മുത്തലിബ്. മക്കയുടെ ചരിത്രത്തിൽ ഒരു നേതാവ് എന്ന് പറയാൻ അബ്ദുൽ മുത്തലിബിനെ പോലത്തെ ഒരു നേതാവ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം മക്കയിലുണ്ടായിട്ടില്ല. അത്രയും നല്ല നേതാവാണ്. എന്തേ? മദ്രസയിൽ പോയിട്ടുണ്ടോ? ഇല്ല. ഖുർആനുണ്ടോ? ഇല്ല. പക്ഷെ വളരെ വലിയ കാഴ്ചപ്പാടാണ്. ആ ആളാണ് മുസ്തഫ നബിക്ക് മുഹമ്മദ് എന്ന് പേരിട്ടു. ബിഇൽഹാമിൻ മിൻ അല്ലാഹ്. അല്ലാഹു തആല തോന്നിപ്പിച്ചു എന്ത് പേരിടാൻ? മുഹമ്മദ്. فلما أكلوا قالوا يا عبد المطلب ما سميت ابنك؟ قال سميته محمد. فقالوا قد رغبت عن أسماء آبائك. എന്തിനാണ് മുഹമ്മദ് എന്ന് പേരിട്ടത്? നിങ്ങളെ ബാപ്പമാരുടെ ഖുറൈശിൻ്റെ ചരിത്രത്തിൽ മുഹമ്മദ് എന്ന് പേരുള്ള ഒരാളില്ലല്ലോ. فقال أردت أن يحمده من على الوبراء محمدا سموا نبي الهدى وهو أحق الناس بالحمد. അബ്ദുൽ മുത്തലിബ് പേരുണ്ട്. നബിയാണോ? അല്ല.
എന്താണ് എന്താണ് കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ്. ഇന്ന് നിങ്ങൾ സംസം കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന് വേറൊരു പേരുണ്ട്, ഹാഫിറു ബിഇരി സംസം, സംസം കിണർ കുഴിച്ചെടുത്ത ആൾ. മക്കയിൽ ജുർഹും ഗോത്രം ഇടക്കാലത്ത് ഭരണം നടത്തിയപ്പോൾ അക്രമാധികരിച്ചു. അപ്പോൾ മനസ്സിലായില്ലേ, സയ്യിദ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വഫാത്തിന് ശേഷം 2500ഓളം കൊല്ലം കഴിഞ്ഞിട്ടാണ് മുസ്തഫ നബി വരുന്നത്. അടുത്ത് 2500, അതായത് നമ്മളെ ഇരട്ടി എന്നാണെങ്കിൽ പറയാം. നമ്മളും ഹബീബ നബിയും തമ്മിലുള്ള വ്യത്യാസം 1460 ആണെങ്കിൽ ഇസ്മായിൽ നബിയും തമ്മിൽ 2500-അടുത്ത് വ്യത്യാസമുണ്ട്. അപ്പോൾ അവരിൽ എന്തുണ്ടായിന്നറിയോ, അവരിൽ ആ ജനത, നിങ്ങൾ പറഞ്ഞ മനസ്സിലായില്ലേ, പറഞ്ഞത് മനസ്സിലായല്ലോ. അതായത് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായതിനു ശേഷം 2000ഓളം വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ മുസ്തഫ നബി ജനിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അവർക്കൊരു നവോത്ഥാന പുരുഷനില്ല. അവരുടെ ഇടയിൽ വലിയ തിന്മകൾ അധികരിച്ചു. അപ്പോൾ എന്ത് ചെയ്തു, സംസം വറ്റിപ്പോയി. കാരണം ജനങ്ങൾക്കിടയിൽ അക്രമവും അരാജകത്വം ഉണ്ടായി. പിന്നെ അത് തിരിച്ച് കുഴിച്ചെടുക്കുന്നത് അബ്ദുൽ മുത്തലിബാണ്. അബ്ദുൽ മുത്തലിബിൻ്റെ വഫാത്ത് AD 578. AD 578 അബ്ദുൽ മുത്തലിബിൻ്റെ വഫാത്ത്. അപ്പം ഇത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഈ മനുഷ്യനാണ് സംസം. എന്നിപ്പം നമ്മൾ സംസം വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു കൈയുണ്ട്. ആര്? അബ്ദുൽ മുത്തലിബ്. ആ മനുഷ്യൻ അല്ലാഹു തആല സംസം കിണർ കുഴിക്കണമെന്ന് ബോധിപ്പിച്ച് അന്ന് മക്കയിലെ നേതാവായ അബ്ദുൽ മുത്തലിബിന് സംസം കിണർ എവിടെയെന്ന് അറിയില്ല. ആരാണ് അബ്ദുൽ മുത്തലിബ്? ആ നാട്ടിലെ ഏകദേശ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ അറിയുന്ന ആള്. എന്നിട്ട് എന്തറിയില്ല? പറഞ്ഞ മനസ്സിലായില്ല. എന്നിട്ട് എന്തറിയില്ല? സംസം കിണർ എവിടെയെന്ന് അറിയില്ല. എന്തേ കാരണം എന്താ? വറ്റിപ്പോയി. പിന്നെ ഒരു പൊട്ടക്കിണറായിരുന്നു. അത് ക്രമേണ മഴ പെയ്തിട്ട് തോന്നുന്നു എന്നാ ചരിത്രം. കേരളത്തിൽ ഇപ്പോൾ ഒരു കിണർ തൂരണമെങ്കിൽ എത്ര കൊല്ലം എടുക്കേണ്ടി വരും? ഒരു 100 കൊല്ലം കൊണ്ടൊന്നും ഒരു കിണർ പൂർണ്ണമായി തൂർന്നിട്ടില്ല. രാവും പകലും മഴ ഈ നാട്ടിൽ. അപ്പം മക്കത്ത് എത്ര ഉണ്ടാവും? നമുക്ക് തിരിഞ്ഞില്ല. ചരിത്രത്തിൽ കാണുന്നത് മഴ പെയ്യുമ്പോഴുള്ള മഴവെള്ളം വന്നിട്ട് അത് കാരണം എന്താ പറയുക, ചരൽക്കല്ലുകളൊക്കെ അതിൽ കാലക്രമേണ തൂർന്നു പോയതാണ് സംസം കിണർ. അപ്പം എത്ര എടുത്താണ്? കാരണം അവർ കൊല്ലത്തിൽ ഒരു മഴ കാണുന്നവരാണ്. ചരിത്രം പഠിക്കുമ്പോൾ അതൊക്കെ മർമ്മമായിട്ട് നോക്കണം. ഇപ്പം നമ്മളെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഒരു കൊല്ലം 10 കൊല്ലം കൊണ്ട് ഒരു കിണർ തൂരുമോ? ഇല്ല. അപ്പോൾ തൂർന്ന് കിട്ടണമെങ്കിൽ എത്ര കാലം കഴിയും? അത്രയും കാലം എടുത്തിട്ട് തീർന്നതാണ് സംസം കിണർ. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം 1500ഓളം കൊല്ലം സംസം ഇല്ല എന്നാണ്. അവർക്കിടയിൽ അക്രമം അധികരിച്ചു. അപ്പോൾ പിൽക്കാലത്ത് വന്നവർക്ക് ഇവിടെ ഒരു കേട്ടുകേൾവിയുണ്ട്, ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു. അതെവിടെയെന്ന് ആർക്കും അറിയില്ല. എന്നാൽ പിന്നെ എന്തേ ആളുകൾ ഇവിടെ കിണറുണ്ടാക്കി കുഴിക്കാഞ്ഞു? അവർക്കറിയാം അത് വറ്റിയിട്ട് തൂർന്നതാണ്. വറ്റിത്തൂർന്ന ഒരു കിണർ പിന്നെ ഒരാൾ കുഴിക്കൂല. എന്തുകൊണ്ട്? അവിടെ എന്തുണ്ടാവില്ല? വെള്ളം ഉണ്ടാവില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കിണറിനെ കുറിച്ച് അറിയിച്ചു കൊടുക്കുന്നത് അബ്ദുൽ മുത്തലിബിന്. അപ്പോൾ ഒരു ദിവസം ലക്ഷോപലക്ഷം ഇന്ന് ആളുകൾ സംസം കുടിക്കുന്നുണ്ട്. അതിൻ്റെ യഥാർത്ഥ കാരണക്കാരൻ അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് ഖുർആൻ കിട്ടിയിട്ടുണ്ടോ? നിങ്ങളതിൻ്റെ കൂടെ ഇല്ല. അബ്ദുൽ മുത്തലിബിനെ ഖുർആൻ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അബ്ദുൽ മുത്തലിബ് മരിക്കുന്നത് 578. ഖുർആൻ ഇറങ്ങുന്നത് 610. അബ്ദുൽ മുത്തലിബിൻ്റെ മരണവും ഖുർആൻ്റെ ഇറക്കവും തമ്മിൽ എത്ര കൊല്ലത്തെ വ്യത്യാസമുണ്ട്? 32 കൊല്ലം. അതിൻ്റെ കൂടെ വരി 578 ആര് മരിക്കണത്?
അബ്ദുൽ മുത്തലിബ് ഇരിക്കുന്നത്. ഖുർആൻ ഇറങ്ങുന്നത് AD 610. അഥവാ ഇത് രണ്ടിൻ്റെയും അബ്ദുൽ മുത്തലിബിന്റെ വഫാത്തിൻ്റെയും ഖുർആന്റെയും ഇടയിൽ 32 കൊല്ലത്തെ വ്യത്യാസമുണ്ട്. അബ്ദുൽ മുത്തലിബ് വഫാത്തായി പോയിട്ട് 32 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഖുർആൻ ഇറങ്ങിയത്. അപ്പോൾ ഒരു ആയത്ത്, ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത് പോലും ആർക്കും അറിയൂല. അബ്ദുൽ മുത്തലിബ് അറിയില്ല, പക്ഷെ കാഴ്ചപ്പാടല്ലാണ്. ഇങ്ങോട്ട് വരി. നമുക്ക് 6000 ചില ആയത്തുണ്ട്, നമ്മളെ കയ്യിലുണ്ട്, നമ്മൾ ഓടുന്നുണ്ട്. നമുക്ക് അബ്ദുൽ മുത്തലിബിന്റെ 10% അന്തല്ല. എന്തുകൊണ്ട്? കാഴ്ചപ്പാട് ശരിയില്ല. ഒരു നന്നാകേണ്ടത് കാഴ്ചപ്പാട് മാത്രം. കാഴ്ചപ്പാട് നന്നായി എല്ലാം നന്നാവും. അത് മുതലാണെങ്കിലും അതെല്ലാം ഇന്നാലിന്നതെന്നൊന്നുമല്ല. ചില ധനാഢ്യന്മാർ ചില നന്മ നടത്താൻ ആഗ്രഹിക്കും, എനിക്കറിയാം. അതിനൊരു ആലിമിനെ മുന്നിൽ വെക്കും. കുറച്ച് കഴിഞ്ഞാൽ ആ ആലിമിനെ മാറ്റിയിട്ട് വേറെ ആലിമിനെ വെക്കും. എന്തുകൊണ്ട്? അദ്ദേഹം ഉദ്ദേശിച്ച വിധത്തിൽ ഈ ഖൈർ നടത്തിയെടുക്കാൻ ഇയാളെ പറ്റൂല. മനസ്സിലായില്ല? അപ്പം ഇവിടെ എന്താ സംഭവിച്ചത്? ഇൽമുള്ള ഡിഗ്രി ഉള്ള ഒരു ആലിമിനെ മാറ്റിയിട്ട് വേറെ ഒരു ആളെ കൊണ്ട് ആ നന്മ വിളയിച്ചെടുക്കും ഈ ജാഹിലായ ധനാഢ്യൻ. ചിലപ്പോൾ 1, 2, 3 ആലിമീങ്ങളെ മാറ്റിയിട്ടുണ്ടാവും, പിന്നെയാണ് ആ കാര്യം നടത്തി കിട്ടുക. അതിൻ്റെ ഇടയിൽ ഈ ജാഹിലായ ധനാഢ്യൻ കഷ്ടപ്പെടും. ഇയാൾക്ക് ഇൽമില്ലാത്തൊരാളെ കൊണ്ട് നടക്കൂല. എന്നിട്ട് ഈ ആലിമിനെ മാറ്റും. ആര്? ധനാഢ്യൻ മാറ്റും. ഈ ജാഹിലായ ധനാഢ്യൻ മാറ്റി വേറൊരാളെ കൊണ്ട് സ്ഥാപിക്കും. അപ്പോൾ അയാൾ ഉദ്ദേശിച്ചതുപോലെ നടക്കും ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് എന്തേ സംഭവിച്ചു? ആലിമിന് ഇൽമുണ്ട്, കാഴ്ചപ്പാട് ശരിയില്ല. ജാഹിലിന് ഇൽമില്ല, പക്ഷെ എന്തുണ്ട്? കാഴ്ചപ്പാടുണ്ട്. അതാണ് ഹാദൽ കലാം. ഇത്രയും വർത്തമാനം പറയേണ്ടുള്ളൂ. ഇതാണ് വിഷയം. നമ്മുടെ സമ്പത്തിൻ്റെ 2ാം ഭാഗത്താണ് ഈ പറയുന്നത്. നിങ്ങൾ ബേജാറാണ്. നമ്മൾ ഇത്രേ ഇതിലാലോചിക്കേണ്ടുള്ളൂ. മുതലുണ്ടോ മുതലില്ലേ ഒന്നും കണക്കാക്കണ്ട. അള്ളാഹുവിന് പൊരുത്തമുള്ളതേ നടക്കേണ്ടതുള്ളൂ. ഞങ്ങളൊരു കാര്യം പറയട്ടെ, നല്ല ഉഷാറിലാണെങ്കിൽ പറയാം. ഈ ലോകം പടച്ച അന്ന് അള്ളാഹു തആല ഖദറാക്കിയിരുന്നു. മാഷേ വന്നിരിക്കും ഫ്രണ്ടിലേക്ക്. അള്ളാഹു തആല ഈ ലോകം പടച്ച അന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? അത് നടക്കാതെ പോകുമോ? അതിന് പറ്റ മൂല്യന്മാരെ കിട്ടിയില്ല, അങ്ങനെ ചിലതൊന്നും നടന്നില്ല, അങ്ങനെ ഉണ്ടാവുമോ? അതിനെ പറ്റി മുതലാളിമാരെയും കിട്ടിയില്ല. അള്ളാഹ് അങ്ങോട്ട് പണ്ട് തീരുമാനിച്ചിരുന്നു ഈ ലോകത്തിൻ്റെ തുടക്കം മുതൽ ഖിയാമത്ത് നാൾ വരെ ഇന്ന കാര്യങ്ങളൊക്കെ നടക്കണമെന്ന്. നിങ്ങൾ നല്ല ഉഷാറിലായിരിക്കണ്ടേ. നമ്മളൊരു അന്തംഗമ്യാകരുത്, നമ്മളൊക്കെ അന്തംഗമ്യാണ്. ഒന്നും കൂടി പറയാം. അള്ളാഹു ഈ ലോകത്തെ സൃഷ്ടിച്ച സമയത്ത് ഈ ലോകം അവസാനിക്കുന്നതിൻ്റെ ഇടയിൽ ഇന്ന കാര്യങ്ങളൊക്കെ നടക്കണമെന്നുള്ളോ തല തീരുമാനിച്ചു. അത് ലോകത്തെ പടക്കുന്നതിൻ്റെയും എത്രയോ മുമ്പ് തഖ്ദീറാത്തുകൾ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. അത് ഈ ലോകം അവസാനിക്കുന്നതിന് മുമ്പ് നടക്കണം. അത് നടക്കുമല്ലേ? അത് നടക്കുമോ ഇല്ലേ? നടക്കും. ഓഹോ നിങ്ങൾ ഇതിന് ബേജാറാണ്. അതിന് നിങ്ങൾ ബേജാറാണ് എന്തിനാ? അപ്പം നിങ്ങൾക്ക് ബേജാറ് വേണ്ടെന്ന് മനസ്സിലായില്ലേ? നടക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേങ്കിൽ അതിന് പറ്റിയ മൂല്യന്മാരെ കിട്ടിയില്ല. അങ്ങനെ ചില കാര്യം നടന്നില്ല. ചിലതെല്ലാം നടത്തണമെന്ന് വിചാരിച്ചിരുന്നു, അതിന് പറ്റിയ മുതലാളിമാരെയും കിട്ടിയില്ല, അപ്പോഴും നടന്നില്ല. അങ്ങനെ ഉണ്ടാവുമോ? അങ്ങനെ ഉണ്ടാവുമോ? അങ്ങനെ ഉണ്ടാവുമോ? ഇല്ല.
അപ്പം നമ്മൾ ഇപ്പം എന്ത് മനസ്സിലാക്കേണ്ട ഒരു അള്ളാഹു നടത്താൻ നിശ്ചയിച്ച നന്മ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലൂടെ എന്നിലൂടെ നടക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കേണ്ടുള്ളൂ. നടക്കുന്ന കാര്യം ഉറപ്പാണ്, നടക്കാത്തത് നടക്കൂല എന്ന് ഉറപ്പാണ്. നിങ്ങളെൻ്റെ കൂടെ ഇല്ല, അത് എന്നിലൂടെ നടത്താനേ ഞാൻ ശ്രമിക്കേണ്ടുള്ളൂ, അത് നടക്കും. അഷ്റഫ് മനസ്സിലായോ? അള്ളാഹു തീരുമാനിച്ചതെല്ലാം ഈ ലോകത്ത് നടക്കാതെ സൂറൂതൂല. ഇതിന് പേടിക്കണം എന്തിനാ? അത് നമ്മുടെ പരിശ്രമം. ഈ പരിശ്രമത്തെ നമ്മൾ അള്ളാഹിൻ്റെ പൊരുത്തവുമായി കൂട്ടിയോജിപ്പിക്കണം. ചിലത് അള്ളാഹിൻ്റെ പൊരുത്തത്തിൽ നടത്താൻ നമുക്ക് കഴിയില്ല എങ്കിൽ നമ്മളതിന് മെനക്കെടരുത്. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ നടത്താവുന്ന ഒരാൾ ഇനി വരും, അയാൾ നടത്തിയേക്കും. അള്ളാഹുവിൻ്റെ പൊരുത്തമില്ലാതെ നടക്കുന്നതിനേക്കാൾ നമ്മൾ നടത്തുന്നതിനേക്കാൾ നല്ലത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തോടുകൂടി വേറെ നടത്തലല്ലേ. അള്ളാഹുവിൻ്റെ പൊരുത്തമില്ലാതെ ഞാൻ നടത്തുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ പൊരുത്തമില്ലാതെ നടക്കുള്ളൂ. എന്നാൽ പിന്നെ ഞാനിവിടെ നല്ലതെന്താ? നടത്താതിരിക്കുക. അള്ളാഹുവിൻ്റെ പൊരുത്തത്തോടുകൂടെ നടത്താൻ പറ്റുന്ന ഒരാൾ വന്നോട്ടെ. ഒരു റഗ്ബത്തും ഫിൽ ഖൈരി ഖൈറുൻ, ഖൈറിൽ ആഗ്രഹിച്ചാൽ ഖൈറാണ്. നിങ്ങൾ ഉംറക്ക് പോവാണ്, നിങ്ങൾ എന്നോട് വന്നാൽ ഞാൻ ഉംറക്ക് പോവാണ്, അപ്പോൾ ഞാൻ കരിഞ്ഞു, എനിക്ക് ഉംറക്ക് പോകാൻ നിർവാഹമില്ല, നിങ്ങൾ ദ്വാരക്കാനിട്ട് പറഞ്ഞു. അപ്പം എനിക്ക് ഉംറൻ്റെ കൂലി കിട്ടി. ഒരു റഗ്ബത്തും ഫിൽ ഖൈരി ഖൈറുൻ, ഖൈറിൽ ആഗ്രഹിക്കലാണ് ഖൈർ. ഖൈർ ചെയ്യൽ പിന്നത്തെ കാര്യമാണ്. ഖൈർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഖൈർ. നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി. ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ നിയ്യത്തിനാണ് അവൻ അത് പിന്നെ ചെയ്യുന്നതിനേക്കാൾ വിലയുള്ളത്. നിയ്യത്ത് കാഴ്ചപ്പാടാണ്, അമൽ കർമ്മാണ്. കർമ്മ അതിൻ്റെ ലാസ്റ്റ് വേസ്റ്റാണ്. കർമ്മം ചെയ്യേണ്ടത് നമ്മളും അല്ല, അല്ലാഹുവാണ്. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂന. നിങ്ങളെയും എല്ലാ കർമ്മങ്ങളെയും പടച്ചതാരാണ്? അല്ലാഹുവാണ്. നമുക്കൊരൊറ്റ പോയിൻ്റേ ഉള്ളൂ, എന്ത്? നിയ്യത്ത് മാത്രം, ബസ്. രണ്ടാമത്തെ കാര്യമില്ല, നമുക്കാകുള്ള നിയ്യത്താണ്. ആ നിയ്യത്ത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായാൽ നമുക്ക് കർമ്മത്തിന് കൂലി കിട്ടും. രണ്ട് കർമ്മം ചെയ്യും, നിയ്യത്ത് എന്നാവില്ല, ഒരു കൂലിയും കിട്ടൂല. ഒന്ന് കർമ്മം ചെയ്തില്ല, നിയ്യത്ത് നന്നായി കൂലിട്ടും. മറ്റേ നിങ്ങളെ ഉത്തരവാദിത്തമല്ലല്ലോ, അള്ളാഹിൻ്റെ ഉത്തരവാദിത്തമല്ലേ കർമ്മം. ഈ ലോകത്ത് ഇന്നാലിന്ന കാര്യമെല്ലാം നടക്കണം എന്ന് തീരുമാനിച്ചതാരാ? അള്ളാഹുവിനെ. അപ്പോൾ നടത്തേണ്ട അവൻ്റെ ഉത്തരവാദിത്തമല്ലേ. ഞാനെന്തിൽ അത് നടക്കാൻ നല്ല നിയ്യത്തോടുകൂടി എന്നിലൂടെ അത് നടക്കുകയാണെങ്കിൽ, ഞാൻ ഭാഗ്യക്കാരനാവും. നല്ല നിയ്യത്തിൽ. നല്ല നിയ്യത്തില്ലാതെ എന്നിലൂടെ നടക്കുകയാണെങ്കിൽ കർമ്മം നടക്കും, ഞാൻ നഷ്ടക്കാരനാവും. എന്നിലൂടെ എൻ്റെ നിയ്യത്ത് നന്നായി, എന്നിലൂടെ ആ കർമ്മം നടന്നില്ല, ഞാൻ കൂലിക്കാരനാവും. എൻ്റെ നിയ്യത്ത് നന്നായില്ല, എന്നിലൂടെ ആ കർമ്മം നടന്നു, ഞാൻ കുറ്റക്കാരനാവും. ഒരവസരം ഉപയോഗപ്പെടുത്തിയില്ല. കാഴ്ചപ്പാട് മാത്രമേ നന്നാകണ്ടുള്ളൂ, വേറൊന്നും. പിന്നെ നമ്മൾ വെറുതെ പറയും ദുബായ് രാജാവ് ഉണ്ടായതുകൊണ്ട് അത് നടന്നത്, അന്തംഗമ്യ. അതൊക്കെ നമ്മൾ വർത്താനാണ്. ഗാന്ധിജി ഇന്ത്യ ആയതുകൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്, അതൊക്കെ പറഞ്ഞോളി. അതൊക്കെ ഒരു വർത്താനാണ്, അതൊക്കെ ഒരു കഥ. അതല്ലേ ഉള്ളൂ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ അള്ളാഹു തീരുമാനിച്ചാണ്. ഒരു ഗാന്ധിജി അല്ലെങ്കിൽ വേറെ ഗാന്ധിജി അള്ളാഹു കൊണ്ടുവരും. അള്ളാഹു വിചാരിച്ചിട്ടാണല്ലോ ഇന്ത്യ അടിമയത്. അവൻ മോചിപ്പിക്കാനും ആരെയും വിചാരിക്കണം അള്ളാഹു. മറ്റൊക്കെ ഒരു ന്യായങ്ങളാണ്, നമുക്ക് പറയാനുള്ള ന്യായങ്ങൾ. നമുക്കൊന്നുമില്ല, നിയ്യത്ത് മാത്രം. റഗ്ബത്തും ഫിൽ ഖൈരി ഖൈറുൻ. നിങ്ങളൊരു പള്ളി എടുത്തപ്പോൾ ഞാൻ പള്ളിക്ക് ആഗ്രഹിച്ചു, കൂലിറ്റി. റഗ്ബത്തും ഫിൽ ഖൈരി ഖൈറുൻ, ഖൈറിൽ ആഗ്രഹിക്കലാണ് ഖൈർ. അതായത് നിങ്ങളൊരു പള്ളി സ്വന്തം എടുക്കുകയാണ്, എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ എന്താഗ്രഹിച്ചു? പഠിച്ചോനെ എനിക്ക് പൈസ കിട്ടിയാൽ ഞാനൊരാവശ്യമുള്ള സ്ഥലത്ത് ഒരു പള്ളി എടുക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി?
കൂലിട്ടി. നിയ്യത്തുൽ മുഅ്മിനി ഖൈറു മിൻ അമലിഹി. മുഅ്മിനായ മനുഷ്യന് അമലിനേക്കാൾ വലുത് നിയ്യത്താണ്. നിയ്യത്ത് കണക്കുണ്ടായി. രാത്രി കരഞ്ഞു, റബ്ബേ മാഷ കയ്യിൽ പൈസ ഉണ്ട്, അതുകൊണ്ട് അദ്ദേഹം പള്ളി എടുക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. റബ്ബേ എൻ്റെ കയ്യിൽ എൻ്റെ കടം തീർത്ത പൈസ അല്ലല്ലോ, എൻ്റെ കടം തീർക്കാൻ തന്നെ പൈസ ഇല്ലല്ലോ റബ്ബേ, കിട്ടുകയാണെങ്കിൽ ഞാനും പള്ളി എടുത്തിരുന്നു. ഒരാളൊരു അടക്കാക്കളിക്കിരിക്കാനുള്ള സ്ഥലമാണ് പള്ളിയിൽ കൂടാൻ കഴിഞ്ഞെങ്കിൽ അയാൾ മണിമാളിക പോലത്തെ പള്ളിയുടെ പ്രതിഫലം അയാൾക്കും അല്ലാഹു കൊടുക്കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് അതിന് കൂടാൻ കഴിയാത്ത ആളാരാ? 90% ആളുകൾക്ക് കൂടാൻ കഴിയുമല്ലോ. ഒരു അടക്കാക്കളിക്കിരിക്കാനുള്ള സ്ഥലത്തിൻ്റെ ചെലവനേറ്റു. മനസ്സിലായില്ല. ഒരു പള്ളി എടുക്കുമ്പോൾ അയാൾ അടക്കാക്കിളിക്കിരിക്കാനുള്ള സ്ഥലത്തിൻ്റെ അത്ര കൊടുക്കാനേ അവന് കഴിഞ്ഞുള്ളൂ. മതി. എന്നാലും അയാൾക്ക് ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന മൻ ബനാ ലില്ലാഹി മസ്ജിദൻ. ഒരു പള്ളി ഒരാളെടുത്താൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. നിയ്യത്ത് എന്നാവണം. നീ പള്ളി പൊളിക്കാൻ പറഞ്ഞു, എന്തുകൊണ്ട്? പള്ളിയിൽ നിയ്യത്ത് മോശമാണ്. ഈ ലോകത്ത് ഒറ്റ നിന്നാണ്ടോളൂ. എന്ത് നിയ്യത്ത്? നിയ്യത്ത് എന്താ? കാഴ്ചപ്പാട്. ഖുർആനാണ്, ഹദീസുമല്ല, ഖുർആനാ. والذين اتخذوا مسجدا ضرارا وكفرا وتفريقا بين المؤمنين وإرصادا لمن حارب الله ورسوله لا تقم فيه أبدا لمسجد أسس على التقوى من أول يوم أحق أن تقوم فيه رجال يحبون أن يتطهروا والله يحب المطهرين. എന്താണ് ആയത്തൊക്കെ? ഒരു വിഭാഗം ആളുകൾ കാഴ്ചപ്പാട് മോശമാണ്, അവർക്ക് ചിന്ത മോശമാണ്, നിയ്യത്ത് മോശം. അവർ ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാനാണ് ആ പള്ളി ഉണ്ടാക്കിയത്. والذين اتخذوا مسجدا ضرارا وكفرا وتفريقا بين المؤمنين. സത്യവിശ്വാസികളെ ഭിന്നിപ്പിക്കലാണ് അവരുടെ കൂടെ ലക്ഷ്യം. ലാ തഖും ഫീഹി അബദ. ഒരിക്കൽ പോലും അങ്ങ് ആ പള്ളിയിൽ ചവിട്ടിപ്പോകരുത്. എന്ത് പറഞ്ഞില്ല? നമ്മളാണെങ്കിൽ എന്താ പറയാ? പോലെ തന്നെ നമുക്ക് മറിച്ചത്. പള്ളി ഇപ്പം പൊളിക്കണ്ടല്ലോ, പള്ളിയല്ലേ. നമുക്കത് കമ്മറ്റി മാറ്റിയിട്ട് ഉപയോഗിക്കാം. അള്ളാഹുക്ക് അങ്ങനെ പറയാലോ. എന്ത് ഒരു ലക്ഷ്യം പറയണം, പള്ളി അതുകൊണ്ട് പൊളിച്ചിട്ടുണ്ട, നിങ്ങൾ സിദ്ദീഖ് ഉമർ ഇബ്നു ഖത്താബിനെ പള്ളി കമ്മിറ്റി ആയിക്കളി. ഏത് കാലത്താണ് ഈ പള്ളി പൊളിക്കാൻ കൽപ്പിച്ചത്? 10 പൈസ ഇല്ലാത്ത കാലത്ത്. അപ്പോൾ അള്ളാഹു തആലക്ക് എന്ത് പറയാലോ? ഏതായാലും ഈ 10 ഉറുപ്പ്യ ഇല്ലാത്ത കാലത്ത് ഒരു ഉണ്ടാക്കി ഓല് മൊക്കപ്പോക്ക് ആയിക്കോട്ടെ, ഞാൻ പള്ളി വിളിക്കണ്ട. അങ്ങനെ പള്ളി ഇന്ന് ഉണ്ടാക്കി കിട്ടണമെങ്കിൽ പൈസ കുറേ ചിലവാക്കണം. നിങ്ങളെ കയ്യിലാണെങ്കിലോ പൈസ ഇല്ല. പൊളിക്കാൻ കൽപ്പിച്ചു, സ്വഹാബത്ത് പൊളിച്ചു. അപ്പം ലോക ചരിത്രത്തിൽ പള്ളി ഉണ്ടാക്കി കാണിച്ചതും സ്വഹാബത്ത് തന്നെയാണ്, പൊളിച്ച് കാണിച്ചതും സ്വഹാബത്ത് തന്നെയാണ്. അവിടെയാണ് കണക്ക്. അപ്പം നമുക്ക് പള്ളി പൊളിക്കാൻ നമുക്ക് ഇനി പുതിയ തെളിവിൻ്റെ ആവശ്യമില്ല. പള്ളി പൊളിക്കാൻ വേണ്ടി പറയാനല്ല. പള്ളി ആദ്യമായി ഉണ്ടാക്കിയത് സ്വഹാബത്ത്, പൊളിച്ചതോ സ്വഹാബത്ത്. എൻ്റെ നിയ്യത്തിൽ വ്യത്യാസമുണ്ട്. അല്ലാഹു തആലക്ക് എന്ത് പറയാലോ? ഏതായാലും നിങ്ങൾ പള്ളി പൊളിച്ച് കഴിഞ്ഞപ്പോൾ അത് കീഴ്വഴക്കാവും. അതുകൊണ്ട് എന്താണ്ട പൊളിക്കണ്ട, നമുക്ക് കമ്മിറ്റി മറിച്ചിട്ട് ജനറൽ ബോഡി മാറ്റി. 10 പൈസയില്ലാത്ത കാലമാണ്. ഉടുതുണിക്ക് മറുതുണിയില്ല. ഉടുതുണി എന്നല്ല, മറുതുണി. മുന്നിലെ സൊഫിലുള്ള ആളുകൾ എണീറ്റു എന്ന് ഉറപ്പില്ലാതെ നേരെ ബാക്കിലുള്ള ആളുകൾ തലപുറയർത്തരുതെന്ന് നിയമമാണ് ആ കാലത്ത്. എന്തുകൊണ്ട്? ആ ഉറത്ത് മറിയാനുള്ള വസ്ത്രമല്ല. അവിടെ ഒപ്പിക്കണേ ഉള്ളൂ. കിടക്കുമ്പോൾ സ്വാഭാവികമായും എന്ത് വരും? ബേക്കിലുള്ളവർക്ക് നോക്കിയാൽ കാണും. നിങ്ങൾ ആലോചിക്ക്, അക്കാലത്താണ് ഈ നിയമം വരുന്നത് പള്ളി വിളിക്കാൻ. ഒരു പള്ളി ഇറങ്ങാൻ കുറച്ച് പൈസ വേണ്ടേ? പള്ളിയല്ലേ.
മുന്നിലെ സഫിലുള്ള ആളുകൾ എണീറ്റൂന്ന് ഉറപ്പില്ലാതെ, സുജൂദിൽ നിന്ന് എണീറ്റൂന്ന് ഉറപ്പില്ലാതെ ബേക്കിലുള്ള സഫിലുള്ള ആളുകൾ തല ഉയർത്തരുതെന്ന് മുസ്തഫ നബി പഠിപ്പിച്ചു. എന്തുകൊണ്ട്? അവരുടെ മോശപ്പെട്ട അവയവ ഭാഗങ്ങളെ ഒരു പക്ഷേ കണ്ടേക്കാം. അത് മോശമല്ലേ? മനസ്സിലായോ പറഞ്ഞത്? പോലെ തറാവിയൊക്കെ കുറച്ച് നേരം എടുക്കും. നമ്മൾ മാതിരിയല്ല, അലന്തര കൈപ്പോണ്ട് നടക്കൂല, കുറച്ചുണ്ടാവും നേരം. കാരണം സുജൂദ് ഓരോ റക്അത്തിൽ ഈ 2 സുജൂദില്ലേ, അതിനൊക്കെ ബേക്കിലുള്ള ഒരു കാത്തുക്കണം. അതും അപ്പോഴത്തേനും നേരത്തിലാവും. ഇവരെ മറ്റോര് ഇങ്ങനല്ലേ? മുന്നിലെ ഇമാമ് എണീറ്റാലേ ബേക്കിലെ സഫ്, അവരെണീറ്റാലേ, അവർ തലവന്തിച്ചാലേ മറ്റേ സഫ്. കുറച്ചുണ്ടാവുമല്ലോ, അക്കാലാണത്. അപ്പൊ എന്ത് പറയാ? ഞാൻ ഏതെങ്കിലും ഒരു സഹാബി വന്നിട്ട് നബിയോട് പറഞ്ഞോ, ഏതായാലും ഉണ്ടായി പള്ളി ഉണ്ടാക്കിയില്ലേ, അത് നമുക്ക് മറിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് പറഞ്ഞില്ല. ആ പള്ളി എന്നെ കൊണ്ട് പൊളിച്ചെന്നിട്ടറിയാറ്, നിങ്ങളേക്ക് ചവിട്ടും വേണ്ടാറ്. ലാ തഖും ഫീഹി അബദാ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ. അതിൻ്റെ ഫൗണ്ടേഷൻ അല തഖ്വാ. എന്തുമേൽ വെക്കണം? തഖ്വമേൽ വെക്കണം. അഹഖു അൻ തഖൂമ ഫീഹി, അവിടെയാണ് താങ്കൾ പങ്കെടുക്കേണ്ടത്. ഫീഹി റിജാലുൻ, അതിൽ ആൺകുട്ടികളുണ്ടാവും, അവിടെ ആൺകുട്ടികളുണ്ടാവും, അവിടെ പങ്കെടുക്കുന്നുണ്ട്. പലപ്പോഴത്തെ നപുംസകങ്ങളല്ല, കാഴ്ചപ്പാടുള്ള നിലപാടാണ്. ഒരു മനുഷ്യൻ്റെ റജുലിയത്ത് എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ ആണത്വം എന്ന് പറഞ്ഞാൽ അവൻ്റെ കാഴ്ചപ്പാടാണ്. ഓടുന്നും മാറൂല, എന്തും അറിയും മാറില്ല. തന്തിയും തടവാടെന്ന് പറയും പഴയ കാലത്ത്. വർത്താനം പറഞ്ഞാൽ അവിടെ തണക്കും. കുതന്ത്രം ഉണ്ടാവില്ല, ചതി ഉണ്ടാവില്ല, നേരിട്ടടിക്കും, ബേക്ക് കൂടി പണിയെടുക്കൂല. അതിലാണ് ആൺകുട്ടികൾ പറഞ്ഞത്. ആൺകുട്ടികൾ ബേക്ക് കൂടി പണിയെടുക്കൂല, നേരിട്ട് വരും. തന്നെ ഇതാണ് ഹബീബായ നബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആകാശഭൂമികൾക്കിടയിൽ സമ്പത്തിനെ അള്ളാഹു നിർത്തിയിട്ടുണ്ട്. അതൊരു ഉദാഹരണമാണ് ആ പറഞ്ഞ വാക്ക്. അതായത് അള്ളാഹു സമ്പത്തിനെ പടച്ചിട്ട് സമ്പത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല, സന്തോഷത്തിൻ്റെ നോട്ടം നോക്കിയിട്ടില്ല എന്നർത്ഥം. എന്നാൽ അത് അള്ളാഹു പഠിച്ചിട്ടില്ലേ? പഠിച്ചു. എന്തുകൊണ്ട്? അത് സമൂഹത്തിന് ആവശ്യമുള്ളൊരു സാധനമാണ്, ആവശ്യത്തിന് എടുക്കാൻ പാടുള്ളൂ, ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന്. വതഖൂലു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ സമ്പത്ത് അള്ളാഹുവോട് വന്ന് പറയും, റബ്ബി ജഅൽനി ലിഅദ്നാ ഔലിയാഇക്കൽ യൗമ നസീബാ, നിന്റെ ഏറ്റവും നിസ്സാരനായ ഒരാൾക്ക് നീ കൊടുക്കുന്നതെങ്കിലും ഇന്ന് നീ എനിക്ക് തരണം. അന്ത്യനാളിൽ സമ്പത്ത്, ദുനിയാവിൻ്റെ സമ്പത്ത് വന്ന അള്ളാഹുവോട് അന്ത്യനാളിൽ പറയും, അല്ലാഹുമ്മ ജഅൽനി ലിഅദ്നാ ഔലിയാഇക്കൽ യൗമ നസീബാ, ഇന്നത്തെ ഈ ദിവസം, ഈ ദുനിയാവ് അവസാനിച്ച ഈ ദിവസം നിൻ്റെ ഔലിയായിൽ ഏറ്റവും താഴേക്കടകിലുള്ള ഒരാൾക്ക് കൊടുക്കുന്നതെങ്കിലും നീ എനിക്ക് അർഹത കൽപ്പിക്കണമെന്ന് ദുനിയാവ് വന്ന് ആരോട് പറയും? അല്ലാഹു ഫഖാല ഫയഖൂലു, അപ്പോൾ അള്ളാഹു പറയും, ഉസ്കുതി, മുണ്ടതൊക്കെ, ലാ ഷൈഅ, ഒന്നും തരൂല. ഇന്നീലം അർളക്കിലഹും ഫിദ്ദുനിയാ, ദുനിയാവിലെ ഞാൻ നിന്നെ തൃപ്തിപ്പെട്ടിട്ടില്ല. അർളക്കിലഹും ലഹുമൽ യൗം, പിന്നെ എന്നാണോ ഞാൻ നിന്നെ തൃപ്തിപ്പെടാനുള്ളത്? ഞാൻ ദുനിയാവിൽ തന്നെ നിന്നെ തൃപ്തിപ്പെട്ടിട്ടില്ല, പിന്നുണ്ടോ? ഇതിൻ്റെ പടപ്പന്നെ, പക്ഷെ ഞാൻ എൻ്റെ സന്തോഷത്തെ പഠിച്ചാനില്ല തന്നെ. ആരോട് പറയും? സമ്പത്തിനോട് പറയും. അതേസമയത്ത് അള്ളാഹു പടച്ചു. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ പള്ളി ഉണ്ടാക്കുമ്പോൾ ടോയ്ലറ്റ് ഉണ്ടാക്കും പോലെ സമ്പത്തിന് ഈ ലോകം അള്ളാഹു പടച്ചപ്പോൾ എന്ത് പടച്ചു? സമ്പത്ത് പടച്ചു. മനസ്സിലായില്ല? ഏതുപോലെ? ഒരു പള്ളി ഉണ്ടാക്കണമെങ്കിൽ ആദ്യം എന്തുണ്ടാക്കണം? ഒരു പള്ളിയാണ് ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ ഞങ്ങൾ പള്ളി ഉണ്ടാക്കി, ടോയ്ലറ്റ് ആ ഭാഗം ഒന്നും ഉണ്ടാക്കിയില്ല, മൂത്രപ്പരിയില്ല, കക്കൂസും ഇല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യാൻ പറ്റും? പറയും മനുഷ്യന്മാരെ, നിർബന്ധമായ ടോയ്ലറ്റ് വേണം. ടോയ്ലറ്റ് ഇല്ലെങ്കിൽ പള്ളി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. കാരണം ഒരു മനുഷ്യനെ ഒന്ന് റായത്തായി ഒതുക്കെടുക്കുന്ന മുമ്പ് എന്ത് ചെയ്യണം? അപ്പം ഏത് പള്ളിക്കും അത്യാവശ്യമാണ് എന്ത്? പക്ഷെ അവിടെ ഇത്തിക്കാഫിരിക്കാൻ പറ്റൂല.
ഇവിടെ ആവശ്യം നിർവഹിക്കാൻ ഓടുക. പള്ളിയോ? പള്ളി എന്ന് പറഞ്ഞാൽ ആദ്യം ചെന്നവൻ അവസാനം പോന്നവൻ അവനാണ് നമ്മളെ മഹാൻ. ഇവിടെ ഏറ്റവും കുറഞ്ഞ നേരം ഇരുന്നവനാണ് മഹാൻ. എന്നാ അതെന്താണ് താനും? ഒരു അനിവാര്യ വസ്തുവാണ് എന്ത്? ഒരു നിർബന്ധ വസ്തുവാണ് എന്ത്? ഈ കക്കൂസ്. കക്കൂസില്ലെങ്കിൽ ഒന്നും നടക്കൂല. അത്ര തന്നെ ദുനിയാവും. ദുനിയാവില്ലെങ്കിൽ ഒന്നും നടക്കൂല. നല്ലൊരു ഉപമയാണ് ദുനിയാവിന് പറയാവുന്നതിൽ ഏറ്റവും നല്ല ഉപമ. പള്ളി ഉണ്ടാക്കിയ മുതലാളി പറഞ്ഞു, കക്കൂസിന്റെ പള്ളിക്ക് അത് നടക്കൂല, നാരോട് കയറൂല. കക്കൂസിന്റെ പള്ളിക്ക് നടക്കൂല. കാരണം പള്ളിപ്പറമ്പിൽ അങ്ങനെ മറക്കിരിക്കാൻ പറ്റൂല. വഖഫിന്റെ ഭൂമിയാണ്, കുഴപ്പമില്ല, കയറാൻ പറ്റൂല. അപ്പൊ ഈ ലോകമൊക്കെ നടക്കണമെങ്കിൽ എന്ത് വേണം? ആ സാധ്യത മാത്രമേ ദുനിയാവിനുള്ളൂ. നമുക്കതൊക്കെ വേണം. കാഴ്ചപ്പാടുള്ളവൻ്റെ കൈ കിട്ടണം, നല്ല വേണം. ഇല്ലേ അത് മതി പെരടി വെട്ടാൻ. ദുനിയാവിൻ്റെ കാലത്ത് പോലും ഞാൻ നിന്നെ തൃപ്തിപ്പെട്ടിട്ടില്ല, പിന്നെയാണോ ഇന്ന് കാണും എന്ന് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. നിന്ന് പുണ്യ റസൂൽ പറഞ്ഞു. ഒരു ഹദീസ് കൂടി പറയാ, നല്ല ചിന്തിക്കണം. ലയജി അന്ന അഖ്വാമുൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ചില ആളുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ വരും. വഅമാലുഹും, അവരുടെ അമലുകൾ കജിബാലി തിഹാമ, തിഹാമയിലെ പർവ്വതങ്ങളെ പോലെ ആയിരിക്കും അവർക്ക് അമലുകൾ ഉണ്ടാവുക. പുണ്യ റസൂൽ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നമ്മൾ കാഴ്ചപ്പാട് നന്നാക്കാൻ. കാഴ്ചപ്പാട് നന്നാക്കണം. പൈസ ഉണ്ടാക്കൽ നിർത്തരുത്, കാഴ്ചപ്പാട് നന്നാക്കണം. പൈസ ഉണ്ടാക്കൽ നിർത്തണ്ട. മനസ്സിലായ പറ. ഒരു വിഭാഗം ആളുകൾ ഹബീബായ നബി പറയാല്ലേ, ജി എന്ന അഖ്വാമുൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ചില ആളുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ വരും. അഅമാലുഹും, അവരുടെ അമലുകളാകട്ടെ കജിബാലി തിഹാമ, തിഹാമയിലാണ് അവിടെ എക്കാലത്തും ഇക്കാലത്തും ഒക്കെ ഏറ്റവും വലിയ പർവ്വതങ്ങൾ തിഹാമയിലാണ്. ഹിജാസിൻ്റെ ഒരു ബോർഡർ എന്ന് പറയാം തിഹാമ പർവ്വതങ്ങൾ. തിഹാമ മനസ്സിലായില്ലേ? നമ്മളെ സഹ്യനേക്കാളൊക്കെ വലിയ പർവ്വതങ്ങൾ ആ ഏരിയയിലുണ്ട്. അപ്പം അങ്ങനത്തെ പർവ്വതങ്ങളെക്കാളും പർവ്വതങ്ങളെപ്പോലെ ഇവർക്ക് എന്തുണ്ടാവും? അമലുണ്ടാവും. പിന്നെയോ ഫയുഅ്മറു ബിഹിം ഇലന്നാർ, അവരെ അള്ളാഹു നരകത്തിലെറിയാൻ കൽപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് കേട്ട സ്വഹാബികൾക്ക് വിഷമായി. ഖാലു, അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, മുസല്ലീന നിസ്കരിക്കുന്നവരായിരുന്നില്ലേ അവർ? നിസ്കാരമില്ലാത്തത് കൊണ്ടാണോ നബി? അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, സക്കാനു യുസല്ലൂന വയസൂമൂന, എല്ലാം ഉണ്ടായിരുന്നു. നല്ല തല കൊടുത്ത് ചിന്തിക്കണം കേട്ടോ, നല്ല തല കൊടുത്ത് ചിന്തിക്കണം. അതായത് അന്ത്യനാളിൽ ചില ആളുകൾ അള്ളാഹുവിൻ്റെ അടുക്കോടതിയിൽ വരും. വളരെ വലിയ ഹദീസാണ്. അബൂ നുഐം തങ്ങൾ ഈ ഹദീസ് ഹില്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഗസ്സാലി ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൽ ഗസ്സാലി തൻ്റെ ഇഹ്യായിലും ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ത്യനാളിൽ ചില ആളുകൾ, ചില വിഭാഗം ആളുകൾ, വലിയ വലിയ ആളുകൾ അള്ളാഹുവിൻ്റെ കോടതിയിൽ വരും. അവർ കോടതിയിലെത്തി വരുമ്പോൾ അവരെ കയ്യിൽ തിഹാമയിലെ പർവ്വതങ്ങളെ പോലെ അമലുകളും ഉണ്ടായിരിക്കും. ഫയുഅ്മറു ബിഹിം ഇലന്നാർ, എന്നിട്ട് പിന്നീട് അവരെ നരകത്തിലേക്ക് അയക്കാൻ കൽപ്പന വരും. ഫഖാലു, അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് മുസല്ലീൻ, ഒരു നിസ്കാരക്കാരല്ലായിരുന്നോ? ഫഖാല, അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, കാനു യുസല്ലൂന വയസൂമൂന വയഖുദൂന ഹനതൻ മിനൽ ലൈലി. അവർ ആരൊക്കെ ആയിരുന്നു? അവർക്ക് നിസ്കാരം ഉണ്ടായിരുന്നു, അവർക്ക് നോമ്പുണ്ടായിരുന്നു. വയഖുദൂന ഹനതൻ മിനൽ ലൈൽ, രാത്രിയിലെ കുറച്ച് നേരമെങ്കിലും അവർ അള്ളാഹുവോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുണ്ട്? നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, തഹജ്ജുദുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ പിന്നെന്താ പോലെ പ്രശ്നം?
ഫൈദാ അറള ലഹും ഷൈഉം മിന ദുനിയ, ദുനിയാവിനെ കണ്ടാൽ വസബു അലൈഹി, ഹലാലും ഹറാമൊന്നും നോക്കൂല, അയിമകൾ ചാടും. തന്നെ ഒരു പ്രശ്നം. ഇത് എടുക്കാൻ പറ്റും, മനസ്സിലായില്ല. ദുനിയാവ് ഒരു വിട്ട് തന്നെയല്ല, എന്താണെങ്കിലും ദുനിയാവ് കണിയാവും. ഫൈദാ അറള ലഹും ഷൈഉം മിന ദുനിയ. 10 കൊല്ലം മുമ്പ് ഒരാളെന്നോടൊരു നാട്ടിൽ അയാൾക്കൊരു പ്രശ്നമുണ്ടായി. അങ്ങനെ അയാൾ പിന്നെ ആ നാട്ടിലെ പ്രധാനികളെ കൊണ്ട് മദ്യം പറയിപ്പിച്ചു. അങ്ങനെ മദ്യം പറഞ്ഞ് തീർന്നതിന് ശേഷം അവരുടെ കൂട്ടത്തിൽപ്പെട്ട 1-2 ആളുകൾ ഇയാളോട് വന്ന് പറഞ്ഞു, ഒരു 25 ഉറുപ്പ്യെങ്കിലും നിങ്ങൾ ഓർക്ക് കൊടുക്കി. കാരണം ഓര് എത്രയോ ദിവസം സമയവും അതിന് വേണ്ടി ചിലവാക്കിയില്ലേ. അവർ ആ മഹലിലെ പള്ളിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി അടക്കമുള്ള മുതലാളിമാരും അവർക്ക് ആ നാട്ടിലെ പ്രധാനപ്പെട്ട ഏർപ്പാടുകളും അവർക്കാണ്, കച്ചവടമൊക്കെ അവർക്കാണ്. മനസ്സിലായില്ല. ഇതൊരാളൊരു 10-15 കൊല്ലം മുമ്പ് എന്നോട് പറഞ്ഞ, 15 കൊല്ലം മുമ്പ് എന്നോട് പറഞ്ഞ ഒരു സംഭവം. ഞാൻ ആ നാടിൻ്റെ പേര് ഇടക്കിടക്ക് എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയും അതിൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ പോവുകയും ചെയ്യും. അതായത് മദ്യം പറഞ്ഞതിന് എന്ത് കൊടുക്കണം? ഒരു എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. കൊടുത്തു. സ്വർഗം കിട്ടാൻ വന്ന ഏറ്റവും നല്ല പണിയാണ് എന്ത്? മദ്യം പറയൽ. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലായില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല പണിയാണ് എന്ത് പറയും? ദുനിയാവ് കിട്ടാനുള്ള ഏറ്റവും വലിയ പണിയാണ് എന്ത്? മദ്യം പറയല്. പള്ളി പ്രസിഡന്റും സെക്രട്ടറിയും കൂടി മദ്യം പറഞ്ഞു തന്നു. പക്ഷേ ഇവന്റെ കയ്യിൽ നിന്ന് എത്ര പോയി? 25,000 ഉറുപ്പ്യായി മദ്യമൊക്കെ പറഞ്ഞിട്ട്. അവർ നിസ്കരിക്കും, നോമ്പുൽക്കും, രാത്രിയിൽ ഒരല്പസമയമെങ്കിലും അവർ ആശ്വസിച്ച് കരയും, അള്ളാഹിനോട് പൊട്ടിക്കരയും ഒക്കെ ചെയ്യും. പക്ഷേ എന്തെങ്കിലും ദുനിയാവ് കണ്ടാൽ അവർ അതിൻ്റെ മേൽ ചാടി വീഴും. ഇതാണ് പ്രശ്നം. ഇത്ര മാത്രമേ ഉള്ളൂ പ്രശ്നം. എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം തരട്ടെ. വളരെ വളരെ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം എന്ന്. ജിബ്രീൽ അലൈഹിസ്സലാം ഖാലനി നൂഹിൻ അലൈഹിസ്സലാം ഒരിക്കൽ ജിബ്രീൽ നൂഹ് നബിയെ കണ്ടപ്പോൾ ചോദിച്ചു, യാ തുവലൽ അംബിയാ ഉംറൻ കൈഫ വജദ്ത ദുനിയ. ഒരിക്കൽ നൂഹ് നബിയെ കണ്ടപ്പോൾ, കാരണം 950 കൊല്ലം മതപ്രബോധനം തന്നെ നടത്തിയ ഷെയ്ഖുൽ അംബിയ, അംബിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും വയസ്സൻ എന്ന് പേര് കിട്ടിയ ആളാണ് ആര്? സയ്യിദുന നൂഹ്. അപ്പോൾ നൂഹ് നബിയോട് ബഹുമാനപ്പെട്ട സയ്യിദുന ജിബ്രീൽ ഒരിക്കൽ കണ്ടപ്പോൾ ചോദിച്ചു, അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും വൃദ്ധനായ ആളല്ലേ നിങ്ങൾ? ഏറ്റവും കൂടുതൽ പ്രബോധനം നടത്തിയ ആളുമാണല്ലോ നിങ്ങൾ. കൈഫ വജത്ത ദുനിയ, ദുന്യാവിനെക്കുറിച്ചുള്ള നിങ്ങൾ എല്ലാം അവസാനിക്കുകയാണല്ലോ, എന്താണ് ദുന്യാവിനെ പറ്റി മനസ്സിലാക്കിയത്? ഫഖാല, അപ്പോൾ നൂഹ് പറഞ്ഞു, കദാരിൽ ഹബാബാനി ദഖൽതു മിൻ അഹദിഹിമാ വഖറത്തു മിനൽ ആഖർ. അത് തുറന്നിട്ടൊരു വാതിൽ പോലെയാണ്. ഒന്നിലൂടെ കയറിയാൽ അടുത്തിലൂടെ ഇറങ്ങണം. ഒന്നെടുക്കണ്ട, ഒന്ന് നോക്കാൻ പോകുക. ഏതുപോലെ ഒരു കാഴ്ച ബംഗ്ലാവ് പറഞ്ഞാൽ പാർപ്പിക്കാനുള്ളതല്ലോ. അവിടെ ആരെയും പാർക്കലുണ്ടോ? ഇല്ല. കണ്ട പോയി കാണാ പോലെ അങ്ങനെ തന്നെ, അങ്ങനെ കാണാൻ പോവുക തന്നെയാണ്. ഫിറഔന്റെ ബോഡിയാണ് സത്യത്തിൽ ഈജിപ്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനങ്ങളിലൊന്ന്. വലിയ പൈസ കൊടുക്കണം ഫിറഔന്റെ ബോഡിയാണ്. ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. വലിയ പാടുണ്ട്. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിമൻ യഖ്ശാ. അള്ളാഹുവിനെ പേടിക്കുന്നവർക്ക് ഫിറഔനിൽ പാഠമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വലിയ പൈസ കൊടുത്ത് കാണും കാഴ്ച ബംഗ്ലാവ്. നമ്മളവൻ്റെ പങ്കെടുക്കൂല. നമുക്ക് പഠിക്കണം,
പഠിക്കാനുണ്ട്. ദുനിയാവിൽ ഇബറത്താണ്, പഠിക്കാനുണ്ട്. അവിടെ പാർക്കൊന്നും വേണ്ട, ഇത് പാർക്കാനുള്ള സ്ഥലമല്ല. അപ്പം ഇതൊക്കെ നമ്മളെ കാഴ്ചപ്പാട് നന്നാകാതെ ഒന്നും നന്നാവില്ല. മൂല്യരായിട്ട് കാര്യമില്ല, കാഴ്ചപ്പാടുന്നാണ് ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ വിചാരിച്ചിരുന്നു മൂല്യരായ രക്ഷപ്പെടും, ഒരിക്കലും രക്ഷപ്പെടില്ല. നാടൻ ഉഴുതറുണ്ടാവും, അവന് വിവരമില്ലല്ലോ, മൂല്യർക്ക് ഉഴുതറും ഉണ്ടാവില്ല. വയൽ പറയാൻ കഴിഞ്ഞാൽ കഴിഞ്ഞു, അവൻ്റെ കഥ തന്നെ കഴിഞ്ഞു. വയൽ പറയാൻ കഴിഞ്ഞോ, അവൻ്റെ കഥ കഴിഞ്ഞു. ഓന് എന്ത് നാട്ടുകാരെ സുഖിപ്പിച്ചു പോവുകയാണോ, അവൻ്റെ കഥ പോക്കായിരിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇതെന്തോ ഇതൊക്കെ ജനങ്ങളെ സുഖിപ്പിച്ച് നമുക്ക് നേടാനുള്ള സാധനങ്ങളാണ്. ഭയങ്കര ഇതിൻ്റെ അത്രയുള്ളൊരു സംഭവമല്ല, അതാണ് വലിയതാണ് ഇത്. ഇപ്പം നിങ്ങളൊരു ടെക്സ്റ്റൈലിലേക്ക് കയറി ചെന്നാൽ നാവിന് നീളമുള്ള ആളുകളെയാണ് അവിടെ നിർത്തുക. നിങ്ങൾ 1000 എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 5000 എടുത്തു. ചില സെയിൽസ്മാൻമാരെ എത്തുകണെന്നാൽ ഇത് തന്നെയാണ് മൂല്യര നാവും. മനസ്സിലായില്ല? നാവ് ഇന്ന ഫിൽ ബയാനി ലസിഹ്റൻ, വിശദീകരണത്തിൽ എപ്പോഴും സിഹറുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. സിഹറുണ്ടാവാം, ഉണ്ടാകാം എന്നർത്ഥം. വിശദീകരണത്തിൽ എപ്പോഴും സിഹറുണ്ടാകാം, വിശദീകരണത്തിൽ എപ്പോഴും സിഹറുണ്ടാകാം എന്ന് പുണ്യ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ പേടിക്കണം. ചില വിശദീകരണങ്ങളെ നമ്മൾ ഭയപ്പെടുക വേണം. ചില വിശദീകരണങ്ങൾ ഭയപ്പെടും. ആ സാധനത്തിൻ്റെ ഇതാണ് പറഞ്ഞിട്ട് സാധനങ്ങൾ എടുത്തു. അതന്നെ ഇന്ന ഫിൽ ബയാനിൽ സിഹ്റൻ. നാവ് വലിയൊരു സംഗതിയാണ്. നാവ് ഒരു മനുഷ്യന് കൊടുത്താൽ ആ മനുഷ്യൻ ഭയപ്പെടണം. മനുഷ്യന്മാരെ കുപ്പിയിലാക്കാൻ നാവ് മതിയാവും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എല്ലാം മുതലാണെന്നാലും ഇൽമായാലും നാവായാലും എന്തും ലഹാ കദാരിൻ ലഹാ ബാബാനി ദഖൽതു മിൻ അഹദിഹിമാ വഖറജ്തു മിനൽ ആഖർ എന്ന് സയ്യിദുനാ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അതിന് 2 വാതിലുള്ള ഒരു വീട് പോലെയാണ്, 2 വാതിലുള്ളൊരു വീട് പോലെയാണ് ദുനിയാവ്. അതിൻ്റെ ഒന്നിൽ നിന്ന് ഒന്നിലൂടെ കടന്നാൽ അടുത്തതിലൂടെ പുറത്തു പോകണം. കയ്യിലൊന്നും ഉണ്ടാവുകയും ചെയ്യരുത്. കയ്യിലുണ്ടായെങ്കിൽ പോലീസ് പിടിക്കും, കയ്യിലില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. കാഴ്ച ബംഗ്ലാവ് കൂടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിപ്പോണ മേത്തോൻ്റെ കയ്യിലുണ്ടെങ്കിൽ പോലീസ് പിടിച്ചു. മറ്റേ ഗ്രീൻ ചാനലാ, ഒരു കുഴപ്പമില്ല, അങ്ങനെ പോകാം എന്ന്. അബ്ശിറൂ വഅമ്മിലൂ മാ യസ്റുക്കും ഫവല്ലാഹി മൽ ഫഖ്റ അഖ്ശ അലൈക്കും. നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്നതിന് ഞാൻ ഭയപ്പെടുന്നില്ല. വലാകിന്നി അഖ്ശ അലൈക്കും അൻ തുബസത അലൈക്കും ദുനിയാ. ദുനിയാവ് നിങ്ങളെ മേൽ തുറന്നു കിട്ടപ്പെടുന്നതിന് മാത്രമാണ് ഞാൻ ഭയപ്പെടുന്നത്. അതൊക്കെ ആവശ്യമാണ് കേട്ടോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്തുള്ള 99% നബിമാരും മിസ്കിന്മാരാ. ഒരു നബി ചക്രവർത്തിയാണ്. വേറൊരു നബിയും പറയും സയ്യിദുനാ ദാവൂദ്. എന്നാൽ 99.99 നബിമാരും എന്തുതന്നെയാണ്? മിസ്കിന്മാരാ, മിസ്കിന്മാരാ. എന്നാൽ ആയതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല. മലയാളി ആയതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല, മലയാളി ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് വളരെ സൂക്ഷിക്കണം, വളരെ പേടിക്കണം, നല്ലോണം സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദ് സുലൈമാനെ അധികാരത്തിൽ നിന്ന് ഇറക്കിയിട്ട് പിന്നെ കയറ്റി. ഇറക്കിയോണ്ട് വിഷമമുണ്ടായില്ല, കയറ്റിയപ്പുറത്തെ സന്തോഷവും ഇല്ല. അത് അള്ളാഹു ഏൽപ്പിച്ച ഡ്യൂട്ടികളാണ്. ഒന്നുമില്ല. ഇറക്കിയത് വിഷമല്ല, കയറ്റിയത് വിഷമല്ല. മിസ്റിലെ പണം മുഴുവനും സയ്യിദ് യൂസുഫിൻ്റെ കയ്യിൽ വന്നു അലൈഹിസ്സലാം. എന്നാ വന്നത് നിങ്ങൾക്ക് അറിയില്ലേ? ഒരു സ്വപ്നം കണ്ടു രാജാവ്. സൂറത്ത് യൂസുഫിൽ പറയുന്നുണ്ടല്ലോ. അത് കാരണം പിന്നീട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കയ്യിലാണ് മിസ്റിലെ സമ്പത്ത് മുഴുവൻ യൂസുഫ് നബിയുടെ കയ്യിലും. അപ്പോൾ എന്താ യൂസുഫ് നബി ആദ്യം നിയമം കൊണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്?
അത്വാമു മറത്തുൻ വാഹിദ ഫിൽ യൗം. രാജാവ് ആദ്യം ഒരു ദിവസം ഒറ്റ വട്ടേ ഭക്ഷണം കഴിക്കുമെന്ന് ഉറപ്പിക്കണം. എന്നിട്ടേ നമുക്ക് ചർച്ചയുള്ളൂ. നാട്ടിനെ ദാരിദ്ര്യത്തിന് രക്ഷപ്പെടുത്തണം. അതിന് ആദ്യം ചെയ്യേണ്ടത് ധനം മുഴുവനും യൂസുഫ് നബി ഏൽപ്പിച്ചു കൈകാര്യത്തിന്. രാജാവിനോട് എന്ത് പറഞ്ഞു? ഞാൻ ഏറ്റെടുക്കാം, പക്ഷെ എന്ത് വേണമെന്നറിയോ? നിങ്ങൾ എന്ത് ചെയ്യാനേ പാടുള്ളൂ. എപ്പോഴാ തിന്നണത് എപ്പോഴാ നിർത്തുന്നതെന്ന് അറിയാത്ത രാജാവാ. കണ്ടതും മുഴുവൻ ഓല കയ്യില. കള്ളുകുടിയും വ്യഭിചാരം അല്ലാത്ത പണി ഫിറഔന്മാർക്കില്ല. അതിൽപ്പെട്ട ഒരാളാണ് ഇയാൾ. പക്ഷെ ഇയാൾ നല്ല മനുഷ്യനാണ്, ഇയാൾ മുഅ്മിനാണെന്നും അഭിപ്രായമുണ്ട്. റിയാൻ ഇബ്നുൽ വലീദ് എന്നാണ് അന്നത്തെ രാജാവിൻ്റെ പേര്. അയാൾ മുഅ്മിനാണെന്നും ആമന ബില്ലാഹി വബി റസൂലിഹി യൂസുഫ, അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ ദൂതനായ യൂസുഫ് നബിയിലും വിശ്വസിച്ചു. ആര്? ഈ രാജാവ്. ഇയാളും ആരെന്നെ ഫിറഔന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. ഇയാൾ മുഅ്മിനാ. മനസ്സിലായോ? ചിന്തിക്ക്. അപ്പം അയാളോട് നിയമം വെച്ചു. എന്താ നിയമം വെച്ചത്? രാജ്യം ഞാൻ കൈകാര്യം ചെയ്യാം. 7-14 കൊല്ലം 7-14 കൊല്ലം കൈകാര്യം ചെയ്യണം. ജനങ്ങൾക്ക് സമ്പത്ത് കൃത്യമായി എത്തിക്കണം. ജനങ്ങളെ ദാരിദ്ര്യത്തിന് രക്ഷപ്പെടുത്തണം. പക്ഷെ ആദ്യം മാതൃക ആര് കാണിക്കണം? രാജാവ്. രാജാവ് ഒരു നേരം തിന്നാൻ പാടുള്ളൂ. സാധാരണ ജനങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഒരു നേരം കഴിക്കണം രാജാവ്. ഞാനും നിങ്ങളെ കൂടെ ഉണ്ടാവും, ഞാനും ഒരു നേരം കഴിക്കുള്ളൂ. അത് തീരുമാനിച്ചു. ആയിക്കോട്ടെ പറഞ്ഞു. ആ നിയമം ഞാൻ വൈപ്പിട്ട് പറഞ്ഞു. ഞാൻ കഴിക്കൂലാറും. നിങ്ങൾ ഞാനും ഒപ്പം കഴിക്കും ഒറ്റ നേരം തന്നെ. അതുകൊണ്ട് അത് വിജയിച്ചു. മനസ്സിലായോ പറഞ്ഞത്? ആരാ അങ്ങനെ ചെയ്തത്? മിസ്റിലെ സമ്പത്ത് മുഴുവനും അന്ന് അവരെ രണ്ടാളും കയ്യിലാണ്. ആരുടെ കയ്യിൽ? ഈ രാജാവിൻ്റെയും ധനമന്ത്രിയായ യൂസുഫ് നബിയുടെയും കയ്യിലാണ് അന്ന് മുഴുവനും സമ്പത്ത്. പക്ഷെ രാജാവിനെ ആപത്തിനെ നേരിടാൻ പോവാണ്. ഞാൻ നേരായി എടുക്കുകയും വേണം. പട്ടിണി കൊണ്ട് ഒരു വ്യക്തി മരിക്കാനും പാടില്ല. അതാണല്ലോ രാജാവിൻ്റെ ഉത്തരവാദിത്വം. പട്ടിണി കൊണ്ട് ഒരാൾ മരിക്കുകയാണെങ്കിൽ മോശമായിരിക്കാണ്. രാജാവിനാണ് വരാൻ പാടില്ല. നന്നാക്കി തരാം, ഒക്കെ ക്ലിയറാവും. പക്ഷേ ഭക്ഷണം ഒരു നേരം കഴിക്കാൻ പാടുള്ളൂ. രാജാവ് സമ്മതിച്ചു. അതിനെ നടപ്പിലാക്കി. 14 കൊല്ലവും അങ്ങനെ ഉണ്ടായി. രാജ്യം രക്ഷപ്പെടുകയും ചെയ്തു. അതന്നെ വേണ്ടതൊക്കെ ചെയ്തു. കൈറോവിൽ നിന്ന് 90 കിലോമീറ്റർ പോയാൽ അൽ ഫയൂം എന്നൊരു സ്ഥലമുണ്ട്. ഞാൻ പലവട്ടം അവിടെ പോയിട്ടുണ്ട്. ഒരിക്കൽ ഒരു ഗൈഡ്, നല്ലൊരു ഗൈഡ് ഉണ്ടായിരുന്നു എനിക്ക് മിസ്റിൽ. അപ്പോൾ ഞാൻ അയാളോട് നമ്മൾ അറബി പറയുന്നതുകൊണ്ട് അയാൾക്ക് എന്നോട് നല്ല ഫ്ലുവൻ്റായി. അയാൾ പഠിച്ച ഒരാളാണ്. അയാൾ അവിടെ MA പഠിക്കുന്നൊരു വിദ്യാർത്ഥിയും ആണ്. ഇയാൾ ഇൻ്റർനാഷണൽ ഗൈഡുമാണ്. കൈറോ യൂണിവേഴ്സിറ്റിയിൽ MA പഠിക്കുന്ന ഒരു അഹമ്മദ് എന്ന പേരിലുള്ള ഒരാളാണ് അന്നത്തെ ഗൈഡ്. അപ്പോൾ വേൾഡ് ഹിസ്റ്ററിൽ MA പഠിക്കുകയാണ് അയാൾ. അപ്പോൾ അയാളോട് ഞാൻ നല്ല ബന്ധം ആയി. പിന്നീട് ഫോൺ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു കൊല്ലങ്ങൾ. അപ്പോൾ ഞാൻ അയാളോട് സംസാരിച്ച് ഒരിക്കൽ ഞാൻ ചോദിച്ചു. സംസാരം മധ്യം നല്ല സന്തോഷമുള്ളൊരവസരം കിട്ടിയപ്പോൾ ചോദിക്കാൻ തോന്നി. അതുവരെ ചോദിക്കാൻ തോന്നിയിട്ടില്ല. അങ്ങനെ അൽഫയൂമിലേക്ക് ഇങ്ങനെ പോവാണ്. അൽഫയൂമിലേക്ക് വണ്ടി പോവുക. ഞാനുണ്ട്, അയാളുണ്ട്. അപ്പോൾ ഞാനോട് ചോദിച്ചു, അൽഫയൂം. ഞാൻ അറബിയിൽ അൽഫയൂം എന്നൊരു വാക്ക് എനിക്ക് കണ്ടത് ഓർമ്മയില്ല. എന്താ ഈ പ്രദേശത്തിന് അൽഫയൂം എന്ന് പേരിടാനുള്ള കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല, അത് നീ വിചാരിക്കും പോലെ അല്ല റഹ്മത്തുള്ള, അത് അൽഫയൂം അല്ല, അൽഫ് യൗമാണ്. ഈ പേര് ഇട്ടത് യൂസുഫ് നബിയുടെ കാലത്താണ്. നൈൽ നദിയുടെ വെള്ളത്തെ അവർ തടഞ്ഞു നിർത്തി. എന്നിട്ട് കനാലുണ്ടാക്കി, കൃഷി വർദ്ധിപ്പിച്ചു. അതിനുവേണ്ടി യൂസുഫ് നബിയും കൃഷിക്കാരും കൂടെ, യൂസുഫ് നബി കൂടെ നിന്നു. ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് ആര്? സയ്യിദ് യൂസുഫ്. 1000 ദിവസം പണിയെടുത്തു. 1000 ദിവസം പണിയെടുത്തിട്ടാണ് ഈ ഏരിയയിലേക്ക് വെള്ളെത്തിയത്. അപ്പോൾ ഈ പ്രദേശത്തിന് അവരെന്ത് പേരിട്ടു? അന്നത് കൃഷിസ്ഥലം, പിന്നീടാണത് റെസിഡൻഷ്യൽ ഏരിയ ആയത്. അപ്പോൾ ആ പ്രദേശത്തിന് അവർ അൽഫ് യൗം എന്ന് പേരിട്ടു. ഇതാണ് പിൽക്കാലത്ത് അൽ ഫയൂമായി മാറിയത്. അൽഫ് യൗം, 1000 ദിവസം. ആര് പണിയെടുത്തു? യൂസുഫ് നബിയും കർഷകരും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ ഒരു രാജ്യത്തെ വലിയ സമ്പത്ത്
ആഭിജാത്യമുള്ള കുന്നുകൂടിയ ഒരു ഫറോവയുടെ ധനകാര്യമന്ത്രിയാണ് അന്നാര്? സയ്യിദ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ടാണ് പണിയെടുക്കുന്നത് എത്ര? 1000 ദിവസം. അതന്നെ. അതിനെന്തുകൊണ്ട് കഴിഞ്ഞു? കാഴ്ചപ്പാട് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യണമെന്നുണ്ട്. ഇന്നും കൈറോന്റെ പരിസരത്തെ ഏറ്റവും നല്ല കൃഷി സ്ഥലം അതാണ്. നല്ല ഓറഞ്ച്, വെള്ളഞ്ഞിങ്ങനെ നിൽക്കും ഓറഞ്ച്, നെല്ല്, ഓറഞ്ച്, ഗോതമ്പ്, മുസമ്പി, ഇങ്ങനെ ഒരു പ്രത്യേക ഏരിയ എൽഫയും. ഞാൻ പലവട്ടം പോയിട്ടുണ്ട് അവിടെ. അപ്പോൾ ഒരു ഉന്നതനായ അധികാരി സമ്പത്തും സൗകര്യവും ഉണ്ടോ എന്ന് വിചാരിച്ച് നീ കളിക്കാൻ പാടില്ല. സമൂഹത്തിൻ്റെ നന്മയാണ് ഒരു ഭരണാധികാരി, ഒരു ധനാഢ്യൻ ശ്രദ്ധിക്കേണ്ടത്. അതൊരു വദിയത്താണ്. സമ്പത്തൊരു വദിയത്താണ്. ഞാൻ അവസാനിപ്പിക്കാം. സമ്പത്തൊരു വദിയത്താണ്. പിന്നീട് ഞാൻ പറയും, ഇത് മരിക്കുന്നത് വരെ പറയാൻ ഇതിൽ വിഷയമുണ്ട്. ഇനി ഒന്നും പറയും. നാളെയും മറ്റന്നാളും നമ്മൾ ഇൻഷാ അള്ളാഹ് സൂഫിയുടെ പ്രണയകാവ്യം തന്നെയാണ് നാളെയും മറ്റന്നാൾ നമ്മളെ ക്ലാസ്. മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളെ മദ്ഹുകളാണ് നാളെയും മറ്റന്നാളും. വളരെ അനിവാര്യമായ ക്ലാസ്സാണത്. അതുകൊണ്ട് നാളെയും മറ്റന്നാളും ചൊവ്വ ബുധൻ 2 ദിവസവും നമുക്ക് സൂഫിയുടെ പ്രണയകാവ്യമാണ്. ഇൻഷാ അള്ളാഹ് അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത് പറഞ്ഞാൽ തീരൂല. ഇത് നിങ്ങൾ 1000 ദിവസം പറഞ്ഞാൽ തീരാത്ത വിഷയമാണ്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തെന്നറിയോ കുട്ടികളെ, നമ്മൾക്ക് നന്നാവേണ്ടതൊരു കാഴ്ചപ്പാടാണ്. ബാക്കിയൊക്കെ അല്ലാഹു തആല നടത്തിത്തരും. സമ്പത്തുള്ളവൻ, അധികാരമുള്ളവൻ, പണ്ഡിതൻ, അധികാരി, ഇവർക്കൊക്കെ വേണ്ടത് എന്തെന്നാൽ അവരെ കാഴ്ചപ്പാട് നന്നാവണം. എന്നാൽ സമൂഹം മുഴുവനും നന്നാവും. അങ്ങനെയാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് ഞാനൊരു താരീഖ് വായിച്ചിട്ടുണ്ട്. താരീഖ് എനിക്ക് തോന്നുന്ന ബാപ്പ പള്ളി രാഷ്ട്രീയക്കാരനായിരുന്നു പണ്ട്. അപ്പോൾ ബാപ്പ പറഞ്ഞതാണോ എന്നും എനിക്ക് ഓർമ്മയുണ്ട്. ബാപ്പ പറഞ്ഞെന്നാണോ അതല്ല കുട്ടിക്കാലത്ത് വായിച്ചതാണോ എന്ന് ബാപ്പ പറഞ്ഞു തരാനാണ് കൂടുതൽ സാധ്യത. അപ്പം എന്തെന്നാൽ അബ്ദുറഹ്മാൻ സാഹിബിന് ഒരു നാട്ടിലേക്ക്, അന്ന് പഴയ കാലത്ത് ബ്രിട്ടീഷിൻ്റെ മദ്രാസ് ജനറൽ അസംബ്ലിയാണ്. അപ്പോൾ ഒരു നാട്ടിലേക്ക് റോഡില്ല, വളരെ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക്. അപ്പോൾ മദ്രാസിലേക്ക് ഭരണകൂടത്തോട് പറയാനൊരു അധികാരി ഉള്ളത് ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ അന്നത്തെ കേരളത്തിലെ ലീഡറാണ് ആര്? മുഹമ്മദ് റഹ്മാൻ സാഹിബ്. മുഹമ്മദ് റഹ്മാൻ സാഹിബിനോട് വന്നിട്ട് പലവട്ടം ജനങ്ങൾ പറഞ്ഞു ഒരു റോഡ് വേണമെന്ന്. അദ്ദേഹം അധികാരികളെ ബോധിപ്പിച്ചു. പക്ഷേ റോഡിനുള്ള പണം സർക്കാർ പാസാക്കിയ ബ്രിട്ടീഷ് ഭരണമാണ്. അപ്പോൾ മുഹമ്മദ് റഹ്മാൻ സാഹിബ് രാവിലെ സുബഹി നിസ്കരിച്ച് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത് അക്കാലത്ത് 100 കണക്കിന് ആൾ വരും. വലിയ ലീഡറല്ലേ. മാത്രമല്ല അന്നത്തെ ഈ സംവിധാനമൊന്നുമില്ല. ഇന്നിപ്പോൾ പഞ്ചായത്ത് മെമ്പർ, പ്രസിഡന്റ്, MLA പലരും ഒരു വീട്ടിൽ സുബഹി നിസ്കരിച്ച് വന്നതിന് ശേഷം ഒരു കൈക്കോട്ട് എടുത്ത് പോയി. അത് കഴിഞ്ഞ് അദ്ദേഹം പോയി, ആ നാട്ടിലേക്ക് പോയി, ആ ഏരിയയിലേക്ക് പോയിട്ട് റോഡ് വെട്ടാൻ തുടങ്ങി. അപ്പോൾ ആളുകൾ വീട്ടിൽ വരാൻ തുടങ്ങി. അപ്പോൾ ഭാര്യനോട് ചോദിച്ചു എവിടെ പോയി. വീട്ടുകാർ പറഞ്ഞു രാവിലെ പെടുന്നാൽ പോയിട്ടുണ്ട്, ഒരു കൈക്കോട്ടെടുത്താണ് പോയത് എന്ന് പറഞ്ഞു. ഇതിങ്ങനെ പോയി നോക്കി ഇവിടെ എവിടെയോ ഉണ്ടാവും. അങ്ങനെ കൈക്കോട്ട് കൊണ്ട് പോയതുകൊണ്ട് ദൂരമൊന്നും പോകില്ല, അവിടെ എവിടെ ഉണ്ടാവും. അങ്ങനെ ആളുകൾ പോയി നോക്കുമ്പോൾ റോഡ് വെട്ട ആര്? മുഹമ്മദ് റഹ്മാൻ സാഹിബ്. അപ്പോൾ ആളുകൾ ചോദിച്ചു, അല്ല സാഹിബ് നിങ്ങളെന്തിനാണ് റോഡ് വെട്ടുന്നത്? റോഡിൻ്റെ കാര്യം സർക്കാരിനോട് പലവട്ടം പറഞ്ഞു, പൈസ കിട്ടിയില്ല, അടുത്തൊന്നും പൈസ കിട്ടാൻ സാധ്യതയില്ല. അതിനിപ്പോൾ നിങ്ങളെന്തിനാണ് റോഡ് വിട്ടുന്നത്? ഞാൻ റോഡ് വിട്ടുന്നത് എനിക്ക് വിഷമല്ല, പിന്നെ നിനക്കെന്തിനാ വിഷമം? എനിക്ക് വേണമെങ്കിൽ ഇഞ്ചും പൊട്ടിക്കളാം. അപ്പോൾ അയാളും എവിടുന്നോ കൈക്കോട്ട് വാങ്ങി തുടങ്ങി. ചുരുക്കത്തിൽ നേരം വെളുത്ത് വെയിലായപ്പോഴത്തേന് 100 കണക്കിന് ആളുകൾ എന്തിനു തുടങ്ങി? റോഡ് വെട്ടാൻ തുടങ്ങി. വൈകുന്നേരം ആയപ്പോഴത്തേന് റോഡായി. ഇതിൻ്റെ വാപ്പ പറഞ്ഞ താരിഖാണ് എൻ്റെ ഓർമ്മ. അതിൽ വലിയ പാടുണ്ട്. ഒരു നേതാവ് നന്നായാൽ എന്തും നടക്കും. ഇതിനിപ്പോൾ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ കിട്ടണം ഇത് നടക്കണമെങ്കിൽ. അതിന് കാത്തിരുന്ന് പണി ആവരുത് നേതാവിന്. നടക്കൂലെങ്കിൽ നേതാവ് നടത്തണം. അതാണ് നേതാവ്. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ അവിടെ കാഴ്ചപ്പാട്, ജനങ്ങൾക്ക് വിഷമമുണ്ട് എന്ന് നേതാവിന് വിഷമാണ്. അപ്പോൾ ജനങ്ങളുടെ ഉപകാരത്തിലാണ് നേതാവിൻ്റെ ശ്രദ്ധ. ആ നേതാവിനെ കൊണ്ട് നടക്കാത്ത കാര്യം ഒന്നും ഉണ്ടാവില്ല. അതില്ലെങ്കിലോ ഒന്നോട്ട് നടക്കൂല. സർക്കാരിനെ അങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കും.
സത്യം പറഞ്ഞാൽ ജനങ്ങളെ ഉപകാരം ഇല്ലെങ്കിൽ ഇതിപ്പോൾ നേതാവിനൊരു ഉപകാരനാക്കാലോ. എന്ത് ഇവിടെ ഒരു ഭരണമുണ്ടോ? മനസ്സിലായില്ല. എത്ര തവണയാണ് ഞാനിത് സർക്കാരിൽ ബോധിപ്പിച്ചത്. ഇവിടെ ഒരു ഭരണം നടക്കുന്നുണ്ടോ? മനസ്സിലായില്ല. ഇതിപ്പം അപ്പം സത്യത്തിൽ ഭരണകൂടത്തിനെതിരെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു ടൂളായി ഉപയോഗിക്കാലോ ഈ കാര്യം. പക്ഷെ അയാൾക്കതല്ല ആവശ്യം. അയാൾക്ക് ആ നാട്ടിലെ പ്രശ്നം പരിഹരിക്കലാണ് ആവശ്യം. അത് സർക്കാരിനെ കൂടെ ഒരിക്കലും പരിഹരിക്കപ്പെടില്ല. നേതാവിനോട് ഇറങ്ങി വേഗം പരിഹരിച്ചു. നേതാവ് എന്തുകൊണ്ട്? നേതാവിൻ്റെ കാഴ്ചപ്പാട് നന്നായി. അതന്നെ പ്രശ്നം. എല്ലാവരുടെയും കാഴ്ചപ്പാട് നന്നായാൽ എല്ലാം നന്നാവും. സമ്പത്ത് മുത്തഖിയായ മനുഷ്യൻ്റെ കയ്യിലാണെങ്കിൽ വിരോധമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ലാ ബഅസ ബിൽ ഖൈരി ഔ ബിൽ മാലി ലിമൻ ഇത്തഖ. മുത്തഖിയായ മനുഷ്യനാണ് സമ്പത്ത് കൈവശം വെച്ചതെങ്കിൽ അതിൽ വിരോധമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പം നിങ്ങൾ ആലോചിക്ക്, സമ്പത്ത് ഒരു അപകടകാരി സാധനം. പക്ഷെ അത് ആരെ കയ്യിലാകണം? മുത്തഖിയുടെ കയ്യിലാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് നാശം തന്നെയാണ്. അല്ലെങ്കിൽ നാശമാണ്. അവർ സാധനമാണെന്ത്? ദുന്യാവ് ഒരു സാധനമാണ്. മുത്തഖിയുടെ കയ്യിലെത്തിയാൽ അതുകൊണ്ട് ഉപകാരം ഉണ്ടാവും. മുത്തഖിയുടെ കയ്യിലെത്തിയില്ലെങ്കിലോ അതുകൊണ്ട് നാശം മാത്രം ഉണ്ടാവും. അതോ അത് നല്ലതെന്നും പറയാൻ പറ്റില്ല, നാശം എന്ന് പറയാൻ പറ്റില്ല. ഒരു അനിവാര്യ സാധനമായതുകൊണ്ട് അള്ളാഹു അതിനെ പഠിച്ചു. അങ്ങനെയുള്ളൂ. ഇവിടെ ഞാൻ എൻ്റെ കാഴ്ചപ്പാട് നന്നായാൽ മതി. ഒസ്ഹദ് ഈ ബാഗ് കേട്ടിട്ട് മുതലാരും ഒഴിവാക്കേണ്ട സാധനമല്ല. മുതലില്ലാത്തൊരു കാര്യം നടക്കില്ല. ഹബീബ റസൂൽ പറഞ്ഞു, മനസ്സിലായില്ലേ? മുതൽ അത്രയും അത്യാവശ്യ സാധനം, എല്ലാം അത്യാവശ്യ സാധനമാണ്. ഹബീബ നബി പറഞ്ഞു, ഒരു മുത്തഖിയായ മനുഷ്യൻ്റെ കയ്യിലാണെങ്കിൽ അതിൽ വിരോധമില്ല. അല്ലെങ്കിൽ അത് വിരോധം തന്നെയാണെന്ന് അർത്ഥം. വസ്ഹദ്, നീ പരിത്യാഗിയാകണം. പരിത്യാഗിയാവുക എന്നാൽ നീ ത്യാഗിയാവുക, നീ ത്യജിക്കുക, നീ ത്യാഗിയാവുക. ത്യാഗം എന്നാൽ, ത്യജിക്കുക എന്നാൽ ഫഖദുൻ ഇലാഖത ഖൽബിക ബിൽ മാലി, നിന്റെ ഹൃദയത്തിന് സമ്പത്തോടുള്ള അമിതമായ ബന്ധത്തെ ത്യജിക്കലാണ്. ലാ ഫഖദുൻ ലഹു, സമ്പത്ത് ത്യജിക്കലല്ല. മനസ്സിലായില്ല? സമ്പത്തിനെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ, മനസ്സിലായി? സമ്പത്തിനെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ സമ്പത്തോടുള്ള നിന്റെ ഗാഠമായ ബന്ധത്തെ ത്യജിക്കലാണ്. എന്തിനെ ത്യജിക്കലല്ല. സമ്പത്ത് ത്യജിച്ചിട്ട് അത് വേറൊരുത്തൻ്റെ മോശപ്പെട്ടവൻ്റെ കൈ കിട്ടിയാൽ നാട് വലിയ നാശത്തിലാവില്ല. നമ്മളെ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ 2002 ഒരു നാളിനോട് വന്ന് പറഞ്ഞു, ഞാൻ ഈ വയലൊക്കെ കേട്ടിട്ട് എനിക്ക് കേട്ട് നിന്നൊന്നും ശരിയാവില്ല, ഞാൻ കച്ചവടമൊക്കെ നിർത്തി ഞാൻ ഓതാൻ പോവാണ്. ഞാൻ പറഞ്ഞു, ഈ ഓതാൻ പോയാൽ എൻ്റെ ഊരൊക്കെ ഞാൻ ചവിട്ടുന്ന. അപ്പം നിങ്ങളല്ലേ വയലൊക്കെ പറഞ്ഞു. ഞാൻ വയൽ പറഞ്ഞത് നമുക്ക് കച്ചവടം നിർത്താനല്ല, എന്നെപ്പോലത്തെ ഒരു നന്നാകാനാണ്. ഇജ് നന്നായി കിട്ടിയാൽ ഇജ് കൃത്യമായി സക്കാത്ത് കൊടുക്കും. ഇജ് മുതൽ ഒഴിവാക്കിയിട്ട് പൊന്നാനിക്ക് ഓതാൻ പോയാൽ വേറൊരു കാര്യക്കൂസാവും. മുമ്പ് അയാൾ കേൾക്കൂല, ശ്രദ്ധിക്കൂല, ആര് പറഞ്ഞാലും കൊടുക്കൂല. ഓൻ മുതലുണ്ടാക്കിയിട്ട് ഓനും നാട്ടുകാർക്ക് ഉപകാരമില്ലാതെ, അല്ലെങ്കിൽ പിന്നെ ഓൻ ഉപയോഗമൊക്കെ എന്തെങ്കിലും വല്ല നാട്ടിലുള്ള കാരാക്കൂസ് പഠിക്കായിരിക്കും പകരം വല്ലതും കൊടുക്കുക. ഡാൻസും പാട്ടും കൂത്താട്ടും നേരം പിടിക്കുന്നവരെ കള്ളുടിച്ച് ചാടലും അതിനും കൊടുക്കും. ഒരു നന്മക്കോനോട്ട് കൊടുക്കൂല. അപ്പം ഇജാണ് പോയിട്ട് വേറൊരുത്തന്നെ അവിടെ കച്ചവടക്കാരനായ നഷ്ടത്തോട് നഷ്ടമാണ് സമുദായത്തിന്. എന്നെപ്പോൾ ഓതാൻ പറഞ്ഞേക്കുന്നത് ഇബിലീസാണ്. മനസ്സിലായില്ല? കച്ചവടം നിർത്തിയിട്ട് എന്നെ ഓതാൻ പറഞ്ഞേക്കണത് ആരാ? ഈ പക്ക ഇബിലീസ്. കാരണം ഇജ് നന്നായിട്ടുണ്ട്, ഇജ് നല്ലോനാണ്. എൻ്റെ അടുത്തൊരു മനുഷ്യൻ കുടുങ്ങിയെന്ന് പറഞ്ഞാൽ അപ്പം എടുത്തു കൊടുക്കും. അപ്പോൾ അവന് ഉപകാരമായി. ഒരു കൊയങ്ങിയോൻ പള്ളിക്കൽ മൂലയ്ക്ക് ശമ്പളം കൊടുത്തില്ല, മദ്രസയിൽ ഉസ്താദ് ശമ്പളം കൊടുത്തില്ല, അവരൊക്കെ വിഷമത്തിലാണ്, പിരിപ്പിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞാൽ എന്നോട് പറഞ്ഞാൽ കടയെങ്കിലും എടുത്തു കൊടുക്കും.
നിങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ തന്നാളി. എന്താ എത്രയോ മൂല്യമാർക്ക് നമ്മളെ കൊടുക്കാൻ ഒരു 5000 റുപ്യേൻ്റെ കമ്മിയുണ്ട്, അദ്ദേഹത്തെ കൊണ്ടുപോയിക്കോളി. സൗകര്യം ഉണ്ടാവും തന്നാളി, നല്ല പൈസ കൊണ്ടുപോയിക്കോളി. വേറൊരുത്തം കൊടുക്കൂല. പിന്നെ 2.5% സക്കാത്ത് കൊടുക്കും, അത് മറ്റും കൊടുക്കൂല. ഈ വഅളും മറ്റും കേട്ടിട്ട് നിന്നിൽ നിന്ന് ഒഴിവാകേണ്ടത് എന്താ? ഇലാഖത്തെ ഖൽബിക ബിൽ മാലി ലാ ഫഖ്ദുൻ ലഹു. ഇലാഖത്തെ ഖൽബിക ബിൽ മാലി, സമ്പത്തിനോടുള്ള നിന്റെ ഗാഠമായ ബന്ധം അതുണ്ടായാലേ നടക്കൂ എന്നാ. അത് കെട്ടിപ്പൂട്ടി വെക്കുന്ന ഈ ഗാഠമായ ബന്ധത്തിനെ ഒഴിവാക്കണം. ലാ ഫഖ്ദുൻ ലഹു, എന്തൊഴിവാക്കലല്ല, സമ്പത്ത് ഒഴിവാക്കലല്ല. തെക്കു അഖല, നീ ബുദ്ധിയോടെ പ്രവർത്തിക്ക്. ഇതാണ് അവസാനത്തെ വരി. അതിക്ക മഖ്ദൂം തങ്ങളെ കിതാബ് അതിക്ക. زهد وذا فقد علاقتك القلبك بالمال لا فقد له تكو عقلا. നീ പരിത്യാഗിയാവുക, പരിത്യാഗിയാവുക എന്നാൽ ഫഖ്ദുൻ ലഹു ഇലാഖത വസദ് വദാ ഫഖ്ദുൻ ലഹു ഇലാഖത ഖൽബിക, നിന്റെ ഗാഠമായ ബന്ധത്തെ നീ മുറിച്ചു കളയലാണ്. ബിൽമാലി, സമ്പത്തിനോടുള്ള. ലാ ഫഖ്ദുൻ ലഹു, സമ്പത്തിനെ മുറിച്ചു കളയൽ അല്ല. തഖു അഖല, നീ ബുദ്ധിയോടെ പ്രവർത്തിക്കണം. സമ്പത്ത് ഒഴിവാക്കലല്ല, ഖൈറില്ല, സമ്പത്ത് ഒഴിവാക്കണ്ട. എന്നോട് നമ്മുടെ നാട്ടിൽ നീലാഞ്ചേരി കുഞ്ഞാപ്പ് മുസ്ലിയാർ എന്നൊരു സൂഫി ഉണ്ടായിരുന്നു. കുടുംബമൊന്നുമില്ല, അതായത് ഭാര്യ മക്കളൊന്നുമില്ലാതെ, എൻ്റെ അറിവിട്ട് ഞാൻ എൻ്റെ അറിവിന്നാണ് പറയുന്നത്. അദ്ദേഹം വലിയ സാഹിദ, വലിയ സൂഫിയ. എന്നാലും കമ്മിറ്റിക്കാർ ഒരു മാസത്തിൽ ശമ്പളം കൊടുക്കും, അത് അദ്ദേഹം വാങ്ങും. അദ്ദേഹത്തിന് പൈസ കൊണ്ട് കാര്യമൊന്നുമില്ല, എന്നാലും കാര്യമുണ്ട്. എന്ത്, പള്ളിയിൽ ആരെങ്കിലും കുഴങ്ങി വരികയാണെങ്കിൽ അപ്പോൾ കമ്മിറ്റിക്കാരോട് പറഞ്ഞാൽ ഒന്നും കൊടുക്കില്ല, മൂപ്പരെടുത്ത് കൊടുക്കും. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ? കമ്മിറ്റിക്കാരോട് ഇപ്പം എന്നും പറയാൻ പറ്റും, ഇവിടെ കുഴങ്ങിയ ആൾ വരുന്നുണ്ട് പറയാൻ പറ്റില്ല. ഒന്ന്, പിന്നെ എന്തെങ്കിലും അത്യാവശ്യ സാധനം കമ്മിറ്റി കൂടെ നിൽക്കണ്ട. പള്ളിക്കൊരു അവതരൊരു പാട്ട പൊട്ടി, അത് പിന്നെ അങ്ങാടി പോയി വരുമ്പോൾ ആ പാട്ടി വാങ്ങി പോന്നാൽ മതി. അതിന് കണക്ക് എഴുതേണ്ട ആവശ്യമില്ല. മറ്റൊരു കണക്ക് എഴുതേണ്ടി വരും, ഇത് കണക്കിൻ്റെ ആവശ്യമില്ല. അക്കാലത്തൊക്കെ ആവുന്നത് ഈ കയ്യിലിട്ടിട്ട്, ഓർമ്മയില്ല, അതൊക്കെ കയ്യിലിട്ട് ഒന്നുണ്ടാക്കണ ഒക്കെ അങ്ങാടിയിൽ നിന്ന് വാങ്ങിപ്പോന്നാൽ മതി. ആഴ്ച ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരും. അപ്പോൾ അവരെ കയ്യിൽ പൈസ ഉണ്ടാവും. ഇത് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ത്, അദ്ദേഹം അനവധി കാലം അവിടെ ഖാദിയായി സേവനം അനുഷ്ഠിച്ചു. ശമ്പളം 1 ഉറുപ്പിയും വാങ്ങിയില്ല എന്ന് വെക്കുക. അപ്പം അതൊരു കീഴ്വഴക്കായി മാറും. എന്ത് ഖാദിക്ക് ശമ്പളമല്ല. പിന്നെ ഇങ്ങനെയൊന്നും ഇവർ മരിച്ചു പോവും. പിന്നെ ഒരാൾ വരും, അയാൾക്ക് കൂട്ടം ഉണ്ടാവും, കുടുംബം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ചിലപ്പോൾ കൊടുക്കണതിനെ തികയാത്ത അവസ്ഥയായിരിക്കും. ആ മനുഷ്യൻ വരുമ്പോൾ തന്നെ കമ്മിറ്റിക്കാർ ആദ്യം എന്താ പറയുക, ഖാദിയർക്ക് പിന്നെ ഇവിടെ ശമ്പളം 35 കൊല്ലം വന്നിട്ട് 1 ഉറുപ്പ്യ ഞങ്ങളടുത്ത് നിന്ന് വാങ്ങിയിട്ടില്ല, അതാണ് മൂല്യം എന്ന് പറയുമ്പോൾ ഇയാൾ കുടുങ്ങും. ഇനിയിപ്പം ഇതിനൊക്കെ ഒഴിവാക്കണം, കൂട്ടം കുടുങ്ങും. മനസ്സിലായില്ല? അപ്പം അങ്ങനത്തെ തെറ്റായ കീഴ്വഴക്കം വേണ്ട. ശമ്പളം വാങ്ങുക, ഖൈർ നിലവാക്കുക. നിന്റെ ബന്ധം ഒഴിവാക്കുക. എന്തിനോടുള്ള? സമ്പത്തിനോടുള്ള. ലാ ഫഖ്ദുൻ ലഹു, സമ്പത്ത് ഒഴിവാക്കൽ അല്ല. സമ്പത്ത് ഒഴിവാക്കരുത്, അത് ആവശ്യമുള്ള സാധനം എന്ന് അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അള്ളാഹു നമ്മെ നല്ലവരിൽ പെടുത്തട്ടെ. അള്ളാഹു നമ്മെ സ്വാലിഹീങ്ങളിൽ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഒരു കഥയുണ്ട്. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു മദീനയിൽ ഒറ്റ വാക്ക് സയ്യിദുനാ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഒരു കഥയുണ്ട്. ബഹുമാനപ്പെട്ടവർ മദീനയിൽ ജീവിച്ചിരുന്ന കാലത്ത് അബൂദർദാ റളിയല്ലാഹുവിനെ കണ്ടാൽ ചില ആളുകൾ ഓടും. എന്തുകൊണ്ട്? സമ്പത്ത് ഇങ്ങനെ കൂട്ടിവെക്കുന്നതിനെക്കുറിച്ച് എപ്പോഴും തെറ്റായ അഭിപ്രായം പറയും. ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനത് ഇഷ്ടമല്ല. അദ്ദേഹം സമ്പത്ത് കുന്നുകൂട്ടുന്നതിനെതിരെയുള്ള ഒരു സ്വഹാബിയ റളിയല്ലാഹു അൻഹു.
ഭരണാധികാരിയുടെ കുടുംബത്തിലേക്ക് മകളെ കെട്ടിക്കാൻ ചോദിച്ചിട്ട് കെട്ടിക്കാൻ സമ്മതിച്ചില്ല. അബൂദർദാ റളിയല്ലാഹു അൻഹു, ആ അബൂദർ എന്ന് حدثنا عبد الله بن يزيد الباهلي كنت بالمدينة. അബ്ദുല്ലാഹി ഇബ്നു യസീദ് അൽ ബാഹിലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത് പ്രഗൽഭമായ ഇബ്നു അബിദ്ദുനിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മൗസുഅത്തു ഇബ്നു അബിദ്ദുനിയ എന്ന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. പ്രഗൽഭനായ വലിയ പണ്ഡിതനവർ. അപ്പോൾ എന്താ പറയുന്നത്, ഈ അബ്ദുല്ലാഹി ഇബ്നു യസീദ് അൽ ബാഹിലി തങ്ങൾ പറയുന്നു, കുൽതു ബിൽ മദീന, ഞാൻ മദീനയിലായിരുന്നു. ഫഇദാ അന ബിറജുലിൻ, അപ്പോൾ ഒരാളെ ഞാൻ കണ്ടു. യഫിറുന്നാസു ഹൈറ യറൗനഹു, ആ മനുഷ്യനെ കാണുന്നിടത്തു നിന്നൊക്കെ ജനങ്ങൾ ഓടി ഓടി ഒളിക്കുന്നു. ആ മനുഷ്യനെ കാണുമ്പോഴത്തേന് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായാണ്. അങ്ങനെ ആ മനുഷ്യനെ ഞാൻ സമീപിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാ? നിങ്ങളെ കാണുമ്പോഴത്തേന് മനുഷ്യന്മാർ പായുന്നുണ്ട്, നിങ്ങൾ ആരാ? ഫഖാല അന അബൂദറിൻ സ്വഹാബി റസൂലില്ല, ഞാൻ റസൂലുള്ളാഹിന്റെ സ്വഹാബിയായ അബൂദർ എന്ന് പറഞ്ഞു. ഫഖുൽതു, അപ്പം ഞാൻ ചോദിച്ചു, മായ ഫിറുന്നാസു അൻക, നിങ്ങളെ കാണുമ്പോഴത്തേന് മനുഷ്യന്മാർ പായുന്നുണ്ടല്ലോ, അതെന്തേ? അപ്പോൾ പറഞ്ഞു, കാല അബൂദർ പറഞ്ഞു ഇന്നി അൻഹാഹും അനിൽ കുനൂസി, സമ്പത്ത് കൂട്ടി വെക്കുന്നതിനെ കുറിച്ച് ഞാൻ വിരോധിക്കാറുണ്ട്. അപ്പം ജനങ്ങൾക്ക് ഞാൻ പറഞ്ഞ കേൾക്കേണ്ടി വരുമല്ലോ, ഞാൻ സ്വഹാബിയല്ലേ, അപ്പം എന്നെ കാണുമ്പോഴത്തേന് മനുഷ്യന്മാർ മാറും. സമ്പത്തൊന്നും കൂട്ടിയൊക്കെ എന്നിട്ട് ഞാൻ എപ്പോൾ ആരെ കണ്ടാലും പറയും എന്ന്. ഫഖുൽതു, അപ്പോൾ ഞാൻ ഈ താബിഈയായ മനുഷ്യനാണ് അബ്ദുല്ലാഹി ഇബ്നു യസീദ് അൽ ബാഹിലി, അദ്ദേഹം പറയാണ്, ഞാൻ അപ്പോൾ ചോദിച്ചു, ഇപ്പം അത്യാവശ്യമൊക്കെ മനുഷ്യന്മാരെ കയ്യിൽ സമ്പത്തുണ്ടല്ലോ, ഫഹൽ തുഖാഫു അലൈഹാ അലൈനാ മിൻഹാ ശൈഅ, സമ്പത്തിൻ്റെ മേൽ എന്തെങ്കിലും ഭയപ്പെടേണ്ടതുണ്ടോ? ഇപ്പം പണ്ടത്തെ പോലെ നല്ല എല്ലാവരുടെ കയ്യിൽ കുറച്ചൊക്കെ സമ്പത്തുണ്ടല്ലോ, അതൊക്കെ ഒരു ഭയപ്പെടേണ്ട സാധനമാണോ എന്ന് ഞാൻ അബൂദറിനോട് ഉടനെ ചോദിച്ചു. ഖാല, അപ്പോൾ പറഞ്ഞു, അമ്മല്യവും ഫല, ഇപ്പോൾ എല്ലാവരും മുത്തഖീങ്ങളാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ റസൂലുള്ളാഹി സ്വഹാബികൾ താബിഈങ്ങളുടെ കാലാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ സമ്പത്ത് കൈവശം വെച്ചതുകൊണ്ട് വിരോധമൊന്നും ഇല്ല. എന്നാൽ വലാകിൻ യൂഷിക്കു അൻ തകൂന അസ്മാന ദീനിക്കും, നിങ്ങളുടെ ദീനിൻ്റെ വില നിങ്ങളെ സമ്പത്തിൻ്റെ വിലയാകുന്ന ഒരു കാലം വരും. കറക്റ്റ്. നിങ്ങളുടെ ദീനിൻ്റെ വില നിങ്ങളുടെ സമ്പത്തിൻ്റെ വിലയോ. നിങ്ങൾ വീട്ടിലേക്കൊരു പരിപാടിക്ക് 2 മൂല്യന്മാർ വിളിച്ച്, ഒരു മൂല്യം ഒരു ഇന്നോവയിൽ വന്ന്, ഒരു മൂല്യം ഓട്ടോറിച്ച് വിളിച്ച് വന്നാൽ നിങ്ങൾക്ക് ബഹുമാനം ആരോടെ ഉണ്ടാകുക? ഇന്നോവയിൽ എന്ന മൂല്യമുണ്ടാകുക. സത്യത്തിൽ ഏറ്റവും വലിയ മുത്തക്കി മറ്റേ ആളായിരിക്കും. ഓട്ടോറിച്ച് വന്നു, മറ്റേ ആൾ ഓട്ടോറിച്ചിൻ്റെ 3ാമത്തെ ഒരാൾ വന്നിട്ടുണ്ടാവും, അയാൾക്ക് ഓട്ടോറിച്ചിൻ്റെ പൈസ ഇല്ലാതെ നടന്നു വന്ന്, അയാൾക്ക് നിങ്ങളൊരു 500 ഉറുപ്പിക കൊടുക്കും. ആർക്ക്? നടന്നു വന്നവന് ഓട്ടോറിച്ചക്കാരൻ 100 ഉറുപ്പിക കൊടുക്കും. മറ്റേ ആളോട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, പെണ്ണുങ്ങളോട് ചോദിക്കും, എങ്ങനെ ഇപ്പോൾ 5000 കുറച്ച് കൊടുക്കും. തിരിഞ്ഞില്ല. അപ്പം നിങ്ങൾ വില, അപ്പം ഇവിടെ വില ഇട്ടത് എന്തിനാണ്? ഇന്നോക്ക വിലട്ട് അത് തന്നെ ഇന്ന് സുബഹി നിസ്കരിച്ചതിന് ശേഷം ഒരാളെൻ്റെ അടുത്ത്, അയാൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒന്നും തൊള്ളട്ട് കയറണ്ടായില്ല, നിങ്ങൾക്ക് കുറച്ച് പൈസ ഉണ്ടാകട്ടെ, ഇവർ മുഴുവൻ നിങ്ങൾ പറഞ്ഞോട് നടക്കും, അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ഉറുപ്പ്യ ഉണ്ടാക്കാൻ നോക്കി. നിങ്ങൾ പറഞ്ഞതിൻ്റെ മേലെ ഒരു വാക്കുകൊണ്ടില്ല, സത്യമാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം പറയും, അതോടുകൂടെ അവസാനിപ്പിക്കാം, അത് തീരാത്ത വിഷയം. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം, ഒരു ഹിന്ദു സ്ത്രീ കഴിഞ്ഞ വർഷം നബിദിനത്തിൻ്റെ അള്ളാഹു റസൂലിൻ്റെ താരീഖിൽ ആകൃഷ്ടയായ ഒരു ഹിന്ദു സ്ത്രീ സോഷ്യൽ മീഡിയയിൽ നബിദിനത്തോടനുബന്ധിച്ചൊരു കമൻ്റ് ഇട്ടു. ഇത് ജനങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം അത്രയും വലിയ ഒരു നേതാവാണ് ആര്?
മുഹമ്മദ് നബി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നബിദിനം എന്നത് ഒരു വലിയ സംഭവമാക്കി എടുക്കുകയും ഈ മെസ്സേജ് ഈ ലോകത്തെ ഇങ്ങനത്തെ ഒരാൾ ചരിത്രത്തിൽ വേറെ ഇല്ല. ഒരു ഹിന്ദു സ്ത്രീ, അവർ ഹിന്ദു സ്ത്രീ തന്നെയാണ്, ഇപ്പോഴും ഹിന്ദു സ്ത്രീയാണ്. അപ്പം അതുകൊണ്ട് ഈ മഹാന്റെ ജന്മദിനം നാടാകെ പ്രചരിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇട്ടു. യാ പടച്ച തമ്പുരാനെ, അതിൻ്റെ പേരിൽ ആ സ്ത്രീ ഏൽക്കേണ്ടി വന്നിട്ടുള്ള പഴികൾക്ക് കൈ നടക്കില്ല. ഇപ്പോഴും കിട്ടും നെറ്റിൽ നിങ്ങൾക്ക്, സോഷ്യൽ മീഡിയയിൽ. അതായത് ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു ചരിത്രമില്ല, മാനില്ല, സംഭവമില്ല, ഇത് പിൽക്കാലത്ത് വന്നു ചേർന്ന അങ്ങനെ ഇങ്ങനെ മറ്റും മറിച്ച്, ഇതൊക്കെ നമ്മൾ തമ്മിൽ പറഞ്ഞാൽ മതി. ഇതൊരു പാവപ്പെട്ട ഹിന്ദു സ്ത്രീയെ അതിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്നത് എന്തിനാ? ആ ഹിന്ദു സ്ത്രീ ഇത് പറയാനുള്ള കാര്യം നബി ഒരു മഹാനാണെന്ന് ഈ സ്ത്രീക്ക് മനസ്സിലായതുകൊണ്ടാണ്. ഇത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഇതൊന്നല്ല പ്രശ്നം. അതേ സമയത്ത് ഇതേ വർഷം തന്നെ ഒരു പ്രഗത്ഭനായ ധനാഢ്യൻ നബിദിനത്തിന് ആശംസകൾ എന്നിട്ടിട്ട് ഒരു കുട്ടിയെന്നെ മേലെ കമൻ്റ് എഴുതിയില്ല. ഇയാൾ മുസ്ലിമാണ്, തിരിഞ്ഞില്ല, തിരിയാൻ ബുദ്ധിമുട്ട്, കാമാന്ന് എഴുതിയില്ല. എന്തുകൊണ്ട്? അയാളുടെ കയ്യിൽ പൈസ ഉണ്ട്. ഒരു വഹാബിയോ ഒരു ജമാഅത്തോ അതിൻ്റെ അടിയിൽ ഒരു കമൻ്റ് ഇട്ടില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതത, ഞാൻ താജ്മഹലൊക്കെ ഒരുപാട് പോയി, താജ്മഹലിൻ്റെ പള്ളിയിൽ കടന്നുറങ്ങിയിരിക്കുന്നു, ജുമാ കൂടിയിരിക്കുന്നു, താജ്മഹലിൻ്റെ പള്ളിയിൽ കടന്നുറങ്ങിയിരിക്കുന്നു, ജുമാ കൂടി ഓർമ്മയില്ല, നിസ്കരിച്ചിട്ടുണ്ട്. താജ്മഹൽ പള്ളി അതൊക്കെ താജ്മഹൽ കണ്ടു, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. സുയസ് കനാലൊക്കെ എത്രയോ വട്ടം കടന്നു പോയിട്ടുണ്ട്. ജീവിതത്തിൽ ഒരുപാട് ദേശങ്ങൾ കണ്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ഒരു അത്ഭുതം കണ്ടിട്ടുണ്ട്. ഇത് കൃത്യമായ അത്ഭുതം. കാരണം ഏറ്റവും ചുരുങ്ങിയത് ഒരു സഹിഷ്ണുത കാണിക്കാം. എന്ത്? ഇതിപ്പം നമ്മളുടെ ഒരു ഇന്റേണൽ പൊളിറ്റിക്സിൻ്റെ ഭാഗം. എന്ത്? നമ്മളുടെ ഇടയിലുള്ള ഒരു പ്രശ്നമാണല്ലോ. എന്ത്? നബിദിനത്തിൽ ആഘോഷം വേണോ വേണ്ടേ, നമ്മളൊരു വിഷയമില്ല. അതിപ്പോൾ ആ സാധുവായ എന്ത് സ്ത്രീനെ പഴിക്കേണ്ട ആവശ്യം എന്താ? റഹ്മത്തുള്ള കാസിമിയെ പഴിക്കാം, നിങ്ങളൊക്കെ പഴിക്കാം, നിങ്ങളൊക്കെ സുന്നികളാണ്, നിങ്ങൾ കമൻ്റ് ഇട്ടാൽ നിങ്ങൾക്കൊക്കെ എതിര് പറയാം. ആ സ്ത്രീയുടെ പ്രശ്നം ഫിഖഹല്ലല്ലോ, ആ സ്ത്രീയുടെ പ്രശ്നം ബിദഅത്തും സുന്നത്തും അല്ലല്ലോ. ആ സ്ത്രീ ആകൃഷ്ടയാണ് ആരിൽ? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും വലിയൊരു മഹാൻ്റെയും ലോകത്ത് എത്ര ആളുകളെ ജന്മദിനം ജനങ്ങൾ ആഘോഷിക്കുകയും ആ മെസ്സേജുകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ലോകത്ത് പകരക്കാരനില്ലാത്തൊരു മഹാനാണ് മുഹമ്മദ് നബി എന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അവരുടെ ജന്മദിനമാണ് ലോകത്ത് ഏറ്റവും പ്രചരിപ്പിക്കപ്പെടേണ്ടത് എന്ന് ഈ സ്ത്രീ ഒന്ന് എഴുതി വിട്ടിട്ട്, ആ സ്ത്രീയുടെ ബാക്കിൽ എഴുതിയിട്ട തോന്നിയാസങ്ങൾക്ക് കൈ നടക്കൂല. അതേ സമയത്ത് ഒരു പ്രഗത്ഭനായ ധനാഢ്യൻ, ഇന്ന് ലോകത്തുള്ള ധനാഢ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട എണ്ണപ്പെട്ട ധനാഢ്യൻ, ഒരു മലയാളിയായ ധനാഢ്യൻ, നബിദിനാശംസകൾ എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ ഒരക്ഷരം ഒരാൾ എഴുതിയില്ല. എന്തുകൊണ്ട്? പണത്തിൻ്റെ മേലെ പൊരുന്തും പറക്കൂല. അപ്പൊ ഇന്ന് രാവിലെ, ഇന്നലെ ഞാൻ പ്രമാദമായ പ്രസംഗം നടത്തിയ ദിവസം, അപ്പം ഇന്ന് രാവിലെ ഒരാൾ സുബഹിൻ്റെ ശേഷം എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, ഇതൊന്നും നന്നാവില്ല ഉസ്താദേ, അണ്ണാക്ക് പൊട്ടി കീറുകയെന്നല്ലാതെ നന്നാവില്ല. എന്നാൽ അത് നന്നാവുമെന്ന് പറഞ്ഞു. എന്തേന്ന് വെച്ചു, നല്ലൊരു പണിയുണ്ട്. ഇത്രയൊന്നും പണിയില്ല, നിങ്ങളൊരു പണിയെടുത്താൽ പ്രശ്നം തീരുന്ന എല്ലാവരും നിങ്ങൾ പറഞ്ഞു കൊടുത്ത് നിൽക്കുന്ന, നിങ്ങളെ പെരയിലാണ് വരും, എല്ലാവരും നിങ്ങളെ പെരയിൽ വരികയും ചെയ്യും, നിങ്ങൾ പറഞ്ഞത് കേൾക്കുകയും ചെയ്യും. നമ്മളെ നാടാണ് നന്നാവും. നിങ്ങളീ പറഞ്ഞൊക്കെ നല്ലതാണ്, പക്ഷെ ജനം കേൾക്കൂല. ഇനി കേൾക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ബീരാൻകുട്ടി ഉണ്ടാക്കി പായസം ഉണ്ടാവണം. നിങ്ങൾക്ക് ആര് വന്നാലും 1 കോടി 2 കോടി നിങ്ങൾ ഇങ്ങനെ എഴുതി അങ്ങനെ കൊടുക്കണം. 10 ലക്ഷം 25 ലക്ഷം 100 പേര് 1000 പേരൊക്കെ നിങ്ങളുടെ എഴുതി കൊടുക്കുക. എന്നാൽ എല്ലാ കോളേജ് കമ്മിറ്റിയും നിങ്ങളെത്തി വരും. നിങ്ങളൊരു വാക്ക് പറഞ്ഞവർക്ക് പേടിയാവും ചെയ്യും. നിങ്ങൾ
നിങ്ങളൊരു പണ്ഡിതനെ പറ്റി അത് മോശമായി പറഞ്ഞാൽ ഓരോ സർട്ടിഫിക്കറ്റ് ആ വണ്ടി തന്നെ പോയിട്ട് വാങ്ങിക്കൊണ്ടെന്ന് ഇവിടെ വെച്ചിട്ട് ഒരു പിന്നെ വരേക്കൂ. കാരണം നിങ്ങളെ കയ്യിൽ എന്ത് വേണം? ചിക്കിളി വേണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അണ്ണാക്കിട്ട് ചലിച്ചങ്ങനെ നടക്കുക. അതാണ് സത്യം. സത്യല്ലേ? സത്യമാണ്, തീർച്ചയായും സത്യമാണ്. മറ്റൊക്കെ നമ്മൾ വർത്താന, മറ്റതൊക്കെ നമ്മളെ വർത്താനം. അത്രയും ഒരു കാലം വരും, അത് നിങ്ങളെ അസ്മാന ദീനിക്കും ഇന്ന് കുഴപ്പമില്ല, നിങ്ങളൊക്കെ മുത്തക്കങ്ങളാ. ഇനി ഒരു കാലം വരും, അക്കാലത്ത് മുസ്ലിങ്ങളുടെ ദീനിൻ്റെ വില അവരുടെ ദിർഹമിൻ്റെ വിലയായിരിക്കും. അപ്പോൾ ദീൻ ഉണ്ടാവില്ല, പിന്നെ അവിടെ എന്തേ ഉണ്ടാവുള്ളൂ? ദിർഹമിനാ വില. ഇപ്പം കുഴപ്പമില്ല, ഇപ്പം നിങ്ങൾക്ക് ഒരു കുഴപ്പം. ഞാൻ ഇപ്പം തന്നെ ഇത് വിരോധിക്കണം. എന്താ പറയുക, നിങ്ങളിതിൻ്റെ ബാക്കി നിങ്ങൾ അനന്തരാവകാശികൾക്ക് കൊടുത്തിട്ട് അവർ കുമിഞ്ഞു കൂട്ടും. അവർക്കാകട്ടെ നിങ്ങളെ ദീനോട്ട് ഉണ്ടാവില്ല. പിന്നെ അവിടെ ദീനിന് വിലയിടുക എന്തായിരിക്കും? ഈ പൈസ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് എതിർക്കുന്നത് എന്ന് മഹാനായ സയ്യിദുന അബൂദർ ഗഫാരി റളിയല്ലാഹു വലിയ മഹാനാണ്. അള്ളാഹു ഒരു ദർജ കൊടുക്കട്ടെ. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم اللهم أمرتنا بدعائك ووعدتنا بإجابتك لقد دعوناك فأجبنا يا الله يا حي يا قيوم اللهم أنت منتهى رجاء الراجين وغاية ملاذ اللاجين فإلى من تمد الأيادي وترجى منه الحوائج إذا كان فضلك ممنوعا عن العاصين وقد أتينا بابك يا الله بثنائك وثناء عبدك محمد فلا تردن أيدينا خائبين بمحض فضلك وجودك وكرمك يا أكرم الأكرمين ويا أجود الأجودين ويا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. പഠിച്ചോനെ എല്ലാവർക്കും നീ ഖൈർ തരണമേ റബ്ബേ, എല്ലാവരെയും നന്നാക്കി തരണമേ റബ്ബേ, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണമേ റബ്ബേ, എല്ലാവർക്കും ഇടയിൽ സന്തോഷവും റഹ്മത്തും നൽകണമേ റബ്ബേ. ദീനാണ്, ദീനിനേക്കാൾ വിലയുള്ള ഒന്നുമില്ല. ആ ബോധം നീ ഞങ്ങൾക്ക് ഏൽപ്പിച്ച് പൂർത്തിയാക്കി ഏൽപ്പിച്ചത് ദീന് മാത്രമാണ്. അല്യോമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നു എന്ന് പറഞ്ഞ ദീനാണ്. ആ ദീന് പൂർത്തിയായി തന്നെ ഞങ്ങളെ കയ്യിൽ ഇരിക്കണമേ റബ്ബേ. എല്ലാ തിന്മകളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. എല്ലാ ഖൈറിൻ്റെ വാതിലും ഞങ്ങൾക്ക് തുറന്നു തരണമേ റബ്ബേ. അല്ലാ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാത്തി രക്ഷിക്കണമേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين യാ റഹ്മർ റഹീമീൻ യാ റഹ്മർ റഹീമീൻ. കുട്ടികളെ നോമ്പ് തുറയും, ദാറുൽ ഖുർആൻ്റെ കുട്ടികളെ നോമ്പ് തുറ അത്താഴം, നോമ്പ് തുറ മാത്രമാണെങ്കിൽ 10,000 രൂപ, നോമ്പ് തുറ അത്താഴം കൂടി 15,000 രൂപ. ആരെങ്കിലുമൊക്കെ ഇത് ഖുർആൻ പഠിക്കുന്ന കുട്ടികളാണ്, അവരൊക്കെ താല്പര്യപ്പെട്ട് ചെയ്യാനുള്ളവർക്ക് ചെയ്യാമെന്ന് അപേക്ഷിക്കുന്നു. ദാറുൽ ഖുർആൻ്റെ കാര്യത്തിലൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും സഹായിക്കണമെന്നും എല്ലാവരോടും ഓർമ്മപ്പെടുത്തി എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒരു ബക്കറ്റ് രൂപ കൊടുത്താൽ ദാറുൽ ഖുർആനിലെ കുട്ടികളുടെ ഭക്ഷണത്തിലേക്ക്. അസ്സലാമു അലൈക്കും.